മീഖായുടെ പ്രവചനം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളതിൻ്റെ ഫസ്റ്റ് പാർട്ട് ചിന്തിച്ചു. ജസ്റ്റ് ഒന്ന് എൻ്റെ ഇൻട്രൊഡക്ഷൻ എല്ലാ ദിവസവും പറയുക. മീഖ വാസ് എ കോണ്ടംപററി ആയിരുന്നു ജെറമിയായുടെ. രാജാക്കന്മാരുടെ കാലം എഴുതിയേക്കുന്ന യോത്താം, ആഹാസ്, ഹിസ്കിയ എന്നിവരുടെ കാലത്ത് ശമരിയായെയും ജെറുസലേമിനെയും കുറിച്ചുള്ള ദർശനങ്ങളിൽ മോറേശ്യത്തുകാരനായ മീഖായ്ക്ക് കർത്താവിൽ നിന്നുണ്ടായ അരുളപ്പാട്. ശമരിയായും ജെറുസലേമും മീൻസ് ഒന്ന് ഇസ്രായേലിന്റെ ക്യാപിറ്റലും ഒന്ന് യഹൂദായുടെ ക്യാപിറ്റലും. അപ്പൊ ഈ രണ്ടിനെയും കുറിച്ചുണ്ട്. കാരണം ഇത് ബാബിലോൺ എക്സൈലിന് മുമ്പാണ്, അസീറിയൻ ക്യാപ്റ്റിവിറ്റിക്ക് മുമ്പാണ്. നമ്മൾ ചിന്തിച്ചതാണ് ദൈവത്തിന്റെ ക്രോധത്തെക്കുറിച്ച്, ദൈവത്തിനെതിരെയുള്ള പാപത്തെക്കുറിച്ച്. ഇതൊക്കെ നമ്മൾ വായിച്ചു. അതിന്റെ 7ാം സെന്റൻസിൽ വേശ്യക്കൂലിയായിട്ട് അവ സമ്പാദിച്ചു, അവ വേശ്യക്കൂലിയായി അത് അവളുടെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്തു. അപ്പൊ പണം സമ്പാദിക്കുന്ന നമ്മൾ എങ്ങനെ സമ്പാദിക്കുന്നു, അന്യായമായിട്ട് സമ്പാദിക്കുന്നു, സത്യസന്ധമായിട്ട് സമ്പാദിക്കുന്നതൊക്കെ നമ്മൾ ചിന്തിച്ചു പോകുന്നതാ. then അതില് 2ാം അധ്യായം നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതിന് മുമ്പായിട്ട് ഈ ഒരു സെന്റൻസ് ഒന്ന് ചിന്തിച്ചിട്ട് പോകുന്നതല്ല. 1:13 1:10 തുടങ്ങി ഇങ്ങനെ എഴുതിയേക്കുന്നത്: ഗത്തിൽ ഇത് പ്രസ്താവിക്കരുത്, ഒട്ടും വിലപിക്കുകയും അരുത്. ബേത് അപ്രായിൽ നിങ്ങൾ പൊടിയിൽ കിടന്ന് ഉരുണ്ടുകൊള്ളുക. ഷാഫീറിലെ നിവാസികളെ, നഗ്നരിൽ ലജ്ജിതരുമായി കടന്നു പോകൂ. സയനാൻ നിവാസികൾ പുറത്തിറങ്ങുന്നില്ല. ബേത്തെസർ വിലാപ സ്ഥലമായിരിക്കുന്നു, അവൾക്ക് ഇനി നിന്നെ തുണയ്ക്കാൻ സാധ്യമല്ല. മാറോത്തിലെ ജനങ്ങൾ നന്മയ്ക്കായി ഉത്കണ്ഠയോടെ കാത്തിരിക്കുന്നു, കാരണം കർത്താവിൽ നിന്ന് അനർത്ഥം പുറപ്പെട്ട് ജെറുസലേം വരെ എത്തിയിരിക്കുന്നു. അപ്പൊ ഇതില് ബാബിലോൺ എക്സൈലിനെ കുറിച്ച്, ബാബിലോൺ എക്സൈൽ ആയിട്ടില്ല, അസീറിയൻ ക്യാപ്റ്റിവിറ്റിയെ കുറിച്ചുള്ള പ്രവചനമാണ് മെയിൻലി. പക്ഷെ 2 നേഷന്റെ പാപത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഇതിൽ 13ാം സെന്റൻസില് ലാക്കീഷ് നിവാസികളെ, രഥത്തിൽ കുതിരകളെ ബന്ധിക്കുക. സിയോൻ പുത്രിയെ ആദ്യമായി പാപത്തിലേക്ക് നയിച്ചത് നിങ്ങളാണ്. ഇസ്രായേലിന്റെ അതിക്രമങ്ങൾ നിങ്ങളിലാണ് പ്രത്യക്ഷപ്പെട്ടത്. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് കാര്യമാണ്. കാരണം ഇതിങ്ങനെ എഴുതിയേക്കുന്ന ലാക്കീഷ് നിവാസികളെ, അവരാണ് ഇസ്രായേലിനെ ആദ്യമായിട്ട് പാപത്തിലേക്ക് നയിച്ചത്. അപ്പൊ അതെന്ത് പാപമാണെന്നുള്ളത്, കാരണം നമുക്കറിയാം ഇസ്രായേലിനെ വിഗ്രഹാരാധനയിലേക്ക് നയിച്ചത് ആരാണ്? യറോബയാണ്. ഈ രാജ്യങ്ങൾ വന്നതിന് ശേഷം യറോബയാം നമുക്കറിയാവുന്ന കാര്യമാണ്. സോളമന് എതിരെ യറോബയാം വന്നു. എന്നിട്ട് യറോബയാം ബഥേലിലും ദാനിലും 2 കാളക്കുട്ടികളെ പ്രതിഷ്ഠിച്ചു. അതിന്റെ കാരണമായിട്ട് പറയുന്നത് എന്തായിരുന്നു? കാരണം അവർ ജെറുസലേമിലേക്ക് പോയാൽ ലോയൽറ്റി മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതായത് യറോബയാമിന്റെ ബുദ്ധിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു. അപ്പൊ വിഗ്രഹാരാധനയിലേക്ക് അവർ നയിച്ചത് യറോബയാമാണ്. അപ്പൊ ഈ ലാക്കീഷ് നിവാസികളെ, ഇത് നമ്മൾ ചിന്തിക്കുന്ന നല്ലതാണ്, കാരണം എല്ലാം ചിന്തിക്കേണ്ടതാണ്. ലാക്കീഷ് നിവാസികളെ, രഥത്തിൽ കുതിരകളെ ബന്ധിക്കുക. സിയോൻ പുത്രിയെ ആദ്യമായി പാപത്തിലേക്ക് നയിച്ചത് നിങ്ങളാണ്. ഇത് വിഗ്രഹാരാധനയല്ല, കാരണം വിഗ്രഹാരാധനയിലേക്ക് യറോബയാം നയിച്ചു. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചാൽ നമുക്കൊരു കാര്യം കാണാൻ പറ്റും. കാരണം പല ടീച്ചിങ് ഉണ്ടെങ്കിലും ഇതില് സ്വീകാര്യമായിട്ട് തോന്നിയത് ഇതാ. കാരണം അത് വിഗ്രഹാരാധനയല്ല. അവിടെ പ്രത്യേകം എഴുതിയിട്ടുണ്ട്, രഥത്തിൽ കുതിരകളെ ബന്ധിക്കുക. അല്ലെങ്കിൽ ഈ ദൈവത്തിലുള്ള സമ്പൂർണ്ണ ആശ്രയം മാറ്റിയിട്ട് ഈ ജഡത്തിൽ ആശ്രയിക്കുന്ന അവസ്ഥയിലേക്ക് ഇസ്രായേൽക്കാരെ ആദ്യമായിട്ട് നയിച്ചതാണ് ലാക്കീഷ് നിവാസികൾ. കാരണം ലാക്കീഷ് അവര് മിലിറ്ററി പവറിന്റെ ഒരു സിമ്പിളായിരുന്നു അന്നത്തെ കാലത്ത്. അപ്പൊ ഇവർക്ക് ശത്രുവിന് മിലിറ്ററി പവർ ഉണ്ടായപ്പോൾ അതിനെ കോമ്പീറ്റ് ചെയ്യാനായിട്ടാണ് ആദ്യമായിട്ട് ഇസ്രായേല് മിലിറ്ററി പവർ റേസ് ചെയ്യുന്ന ആ പാപത്തിലേക്ക് പോകാൻ കാരണം. അത് പാപമാകാൻ കാരണം നമുക്കറിയാം, നിയമത്തില് ഇസ്രായേൽക്കാർക്ക് കൽപ്പന ഉണ്ടായിരുന്നു. ഡ്യൂട്രോമി 20 നമ്മൾ അറിഞ്ഞേ പറ്റൂ. കാരണം ഇതെല്ലാം നമ്മുടെ ജീവിതത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ലാതെ നമ്മൾ വായിക്കുന്നുണ്ട്, റോമാലേഖനത്തിൽ വായിക്കുന്നുണ്ട്, മുന്നമേ എഴുതിയിട്ടുള്ളതെല്ലാം നമ്മെ ബുദ്ധി ഉപദേശിക്കാനാണ്. നമ്മളിത് പഠിക്കുന്നത്. ഇസ്രായേലിന്റെ ഹിസ്റ്ററി പഠിക്കുന്നു, ചരിത്രത്തിൽ ദൈവം ചെയ്തത് പഠിക്കുന്നു. അറ്റ് ദി സെയിം ടൈം ഇതിനെല്ലാം എല്ലാ വചനത്തിൽ നിന്നും നമുക്ക് മെസ്സേജ് ഉണ്ട്. കാരണം ഓരോ ദൈവവചനവും അത് നമുക്ക് മെസ്സേജ് തരുന്നുണ്ട്. എല്ലാ ദൈവവചനവും സത്യം എന്ന് തെളിഞ്ഞത്, മുന്നമേ എഴുതപ്പെട്ടിട്ടുള്ളതെല്ലാം നമ്മെ ബുദ്ധി ഉപദേശിക്കാൻ പാഠമായിട്ട് എഴുതിയേക്കുന്ന ഡ്യൂട്രോമി 21 തുടങ്ങി വായിക്കുമ്പോൾ വായിക്കുമോ? ശത്രുക്കളോട് യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ അവർക്ക് കുതിരകളും രഥങ്ങളും നിനക്കുള്ളതിനേക്കാൾ വലുതായ സൈന്യവും ഉണ്ടെന്ന് കണ്ടാൽ ഭയപ്പെടരുത്. ഈജിപ്ത് ദേശത്ത് നിന്ന് നിന്നെ അറിയിച്ച് നിന്റെ ദൈവമായ കർത്താവ് നിന്റെ കൂടെ ഉണ്ടല്ലോ. നിങ്ങൾ പോരിനണയുമ്പോൾ പുരോഹിതൻ അല്ല, അത് വേണ്ട. അത്
അതായത് അവിടെ മിലിറ്ററി പവർ റേസ് ചെയ്യരുതെന്ന് ഇസ്രായേലിന് കൽപ്പന ഉണ്ടായിരുന്നു. അതായത് ശത്രുക്കളോട് യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ അവർക്ക് കുതിരകളും രഥങ്ങളും നിനക്കുള്ളതിനേക്കാൾ വലുതായ സൈന്യവും ഉണ്ടെന്ന് കണ്ടാൽ ഭയപ്പെടരുത്. ഈജിപ്ത് ദേശത്തു നിന്ന് നിന്നെ ആനയിച്ച നിന്റെ ദൈവമായ കർത്താവ് നിന്റെ കൂടെ ഉണ്ടല്ലോ. അപ്പൊ ഇതില് ഇസ്രായേൽക്കാർ ഇത് പഞ്ചഗ്രന്ഥിയിൽ മോശയ്ക്ക് ദൈവം എഴുതി കൊടുത്ത ആദ്യത്തെ സ്ക്രിപ്ചർ, അല്ലെങ്കിൽ തോറ എന്ന് പൊതുവെ പറയുന്ന ആ ഹീബ്രു വേർഡ്, അല്ലെങ്കിൽ ലോ എന്ന് എഴുതിയേക്കുന്നത് ഹീബ്രു വേർഡ് തോറ ട്രാൻസ്ലേറ്റ് ചെയ്തേക്കുന്ന ലോ എന്ന് എഴുതിയേക്കുന്നത്. അപ്പൊ ലോയിൽ എഴുതിയിട്ടുണ്ട്, എന്തെഴുതിയിട്ടുണ്ട്? യുദ്ധത്തിന് പോകുമ്പോൾ മിലിറ്ററി ഉണ്ടാക്കരുത്. അതായത് നമ്മൾ അതിൽ നിന്ന് അറിയേണ്ട ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. ശത്രുക്കൾക്ക് മിലിറ്ററി പവർ ഉണ്ട്. ആ മിലിറ്ററിക്കെതിരെ യുദ്ധത്തിന് പോകുമ്പോൾ, അതായത് പട്ടാളം ഇല്ലാതെ, തേരുകളില്ലാതെ അവർക്കെതിരെ യുദ്ധത്തിന് പോകണം എന്നുള്ളതായിരുന്നു ദൈവത്തിന്റെ കൽപ്പന. നമ്മൾ ചിന്തിച്ചു വെറുതെ വായിച്ചാൽ പോരാ. കാരണം ഫിലിസ്റ്റീൻസ് യുദ്ധത്തിന് വരുന്നു, അവർക്ക് വലിയ പട, അല്ലെങ്കിൽ എത്യോപ്യക്കാർ യുദ്ധത്തിന് വരുന്നു, അവർക്ക് ലക്ഷക്കണക്കിന് പട. പക്ഷെ ദൈവത്തിന്റെ കൽപ്പനയാ, നിനക്ക് മിലിറ്ററി പാടില്ല. റീസൺ എന്താ? റീസൺ ഇതാണ്, ഈജിപ്ത് ദേശത്തു നിന്ന് നിന്നെ ആനയിച്ച നിന്റെ ദൈവമായ കർത്താവ് നിന്റെ കൂടെ ഉണ്ടല്ലോ. അതായത് ഇസ്രായേൽക്കാർക്ക് നിയമം കൊടുത്തതും ഇതെല്ലാം കംപ്ലീറ്റ് വിശ്വാസത്തിൽ നിന്ന് ജീവിക്കണം എന്നുള്ളതായിരുന്നു ദൈവത്തിന്റെ കൽപ്പന. എന്നാൽ ഈ ലാഖീഷ് നിവാസികൾ മിലിറ്ററി റേസ് ചെയ്തപ്പോൾ ഇവരാണ് ഈ ഇസ്രായേലിനെ മിലിറ്ററി റേസ് ചെയ്യാനായിട്ട് ഇൻസ്റ്റിഗേറ്റ് ചെയ്ത് ആദ്യമായിട്ട്. പിന്നീട് അവർ മിലിറ്ററിക്കാരായി. എല്ലാം നമുക്കറിയാം. ഇസ്രായേലിലെ ആദ്യത്തെ രാജാവ് ശൗലിന് വലിയ മിലിറ്ററി ഒന്നും ഇല്ലായിരുന്നു. പിന്നീട് ദാവീദ് ആയപ്പോഴത്തേക്കും വളരെ പവർഫുൾ മിലിറ്ററി ആയി. ഈ കൽപ്പന ദാവീദും അനുസരിച്ചില്ല, ശൗലും അനുസരിച്ചില്ല, ഇസ്രായേൽ ഒരു രാജാവും അനുസരിച്ചില്ല. അറ്റ് ദി സെയിം ടൈം എന്നൊക്കെ ഇവർക്ക് മിലിറ്ററി വിക്ടറി കിട്ടിയിട്ടുണ്ടോ, അതെല്ലാം ഇവരുടെ മിലിറ്ററി പവർ കൊണ്ടല്ല. 2 Chronicles 20 എടുക്കുമ്പോൾ ഇത് നമുക്കൊരു മെസ്സേജ് ഉണ്ട്. നമ്മൾ എന്തിലാണ് ആശ്രയിക്കുന്നത് എന്നുള്ള ഇതിൽ മെസ്സേജ്. നമ്മൾ ശരി, ഈ ലോകത്തിൽ ജീവിക്കാൻ നമ്മുടെ കയ്യിൽ എന്തും ഉണ്ടായിക്കൊള്ളട്ടെ, നോ പ്രോബ്ലം. അറ്റ് ദി സെയിം ടൈം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ കഴിവിലാണെങ്കിൽ, നമ്മൾ ഈ പഠിക്കുന്ന ഈ വചനം, അല്ലെങ്കിൽ ലാഖീഷ് നിവാസികൾ ഇസ്രായേലിനെ പാപത്തിലേക്ക് നയിച്ചതുപോലെ തന്നെ നമ്മൾ സ്വയമായിട്ട് പാപത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. 2 Chronicles 20 അറിയാവുന്ന സംഭവം. ബട്ട് ഈ വാഗ്ദത്തം ദൈവത്തിന്റെ സൈഡിൽ നിന്ന് ദൈവം എന്നും നിറവേറ്റിയിട്ടുണ്ട്. 2 Chronicles 20 യഹോശാഫാത്ത് യുദ്ധത്തിന് പോകുന്ന സംഭവം, അത് മുഴുവൻ നമ്മൾ എന്നും പഠിക്കുന്നതാണ്. അത് വളരെ പ്രശസ്തമാണ്, വളരെ പ്രസംഗിക്കപ്പെടുന്ന ടോപ്പിക്കാണ്. അതുകൊണ്ട് അതിന്റെ ആ ക്രൂഷ്യൽ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. യഹോശാഫാത്തിനെതിരെ 3 രാജാക്കന്മാർ വന്നു, 3 രാജ്യങ്ങൾ. അപ്പൊ ഇതില് ഈ ശത്രു സേനയെ കണ്ടപ്പോ യഹോശാഫാത്ത് എന്ത് ചെയ്തു? യഹോശാഫാത്ത് നമുക്കറിയാം ഒരു ദൈവികനായിട്ടുള്ള രാജാവ്. ഹിസ്കിയ, യഹോശാഫാത്ത്, ആസ ഇവരൊക്കെ ദൈവത്തിൽ ആശ്രയിക്കുന്നവരായിരുന്നു. അപ്പൊ ഇതില് 20 സ്റ്റാർട്ടിങ് വായിക്കുമ്പോൾ പിന്നീട് മൊവാബിയരും അമ്മോനിയരും ചില മെയൂനിയരോട് ചേർന്ന് യഹോശാഫാത്തിനോട് യുദ്ധത്തിന് വന്നു. ചിലർ യഹോശാഫാത്തിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, കടലിന് അക്കരെ ഏദോമിൽ നിന്ന് ഒരു വലിയ ജനസമൂഹം താങ്കൾക്കെതിരെ വരുന്നു. ഇതാ അവർ ഹസോൻ താമാറിൽ, അതായത് എൻഗേദിൽ എത്തി. ഇനിയുള്ള ശ്രദ്ധിക്കണ്ടേ. അപ്പോൾ യഹോശാഫാത്ത് ഭയപ്പെട്ടു, കർത്താവിനെ അന്വേഷിക്കാൻ ഉറച്ച് യഹൂദായിൽ എങ്ങും ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. കർത്താവിൽ നിന്ന് സഹായം തേടാൻ യഹൂദ സമ്മേളിച്ചു. കർത്താവിനെ അന്വേഷിക്കാൻ യഹൂദായിലെ എല്ലാ നഗരങ്ങളിൽ നിന്നും അവർ വന്നു. നമുക്ക് കാര്യം യഹോശാഫാത്തിന് മിലിറ്ററി ഒക്കെ ഉണ്ട്. പക്ഷെ 3 രാജ്യങ്ങൾ യുദ്ധത്തിന് വന്നപ്പോൾ നാച്ചുറലി ഭയപ്പെട്ടു. പക്ഷെ റൈറ്റ് വേയിൽ പോയി യഹോശാഫാത്ത് ഒരു ഉപവാസം പ്രഖ്യാപിച്ചു, ദൈവത്തെ വിളിക്കാനായി. നമുക്കത് അറിയാവുന്ന കാര്യങ്ങൾ തുടർന്ന് വായിച്ചു വരുമ്പോൾ പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങൾ ഇതെല്ലാം. അതിന്റെ മുഴുവൻ വായിക്കുന്നില്ല. അതിന്റെ 22 തുടങ്ങി വായിക്കുമ്പോൾ, അല്ലെ 22 അല്ലെ 20 തുടങ്ങി വായിക്കുമ്പോൾ ഒന്ന് വായിക്കും. അവർ അതിരാവിലെ ഉണർന്ന് തെക്കോവ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു. അവർ പുറപ്പെട്ടപ്പോൾ യഹോശാഫാത്ത് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, യഹൂദായെ, ജെറുസലേം നിവാസികളെ, ഞാൻ പറയുന്നത് കേട്ടാലും നിങ്ങളുടെ ദൈവമായ കർത്താവിൽ വിശ്വസിക്കുക. നിങ്ങൾ സ്ഥിരീകരിക്കപ്പെടും. അവന്റെ പ്രവാചകരെ വിശ്വസിക്കുക, നിങ്ങൾ വിജയിക്കും. വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് കർത്താവിന് സ്തുതിഗീതങ്ങൾ ആലപിക്കാനുള്ളവരെ ജനങ്ങളുമായി കൂടിയാലോചിച്ച് അയാൾ നിയമിച്ചു. അവർ സൈന്യത്തിന് മുമ്പേ നീങ്ങി ഇങ്ങനെ പാടി, കർത്താവിന് സ്തോത്രം അർപ്പിക്കുക. അവന്റെ അചഞ്ചല സ്നേഹം എന്നെന്നും നിലനിൽക്കുന്നതല്ലോ. അവർ സ്തുതിഗീതം ആലപിക്കാൻ തുടങ്ങിയപ്പോൾ യഹൂദാക്കാർക്കെതിരെ വന്ന അമോനിയർക്കും
മോവാബുകാർക്കും സെയീർ പർവ്വതക്കാർക്കും എതിരെ കർത്താവ് കെണിയൊരുക്കി. അങ്ങനെ അവർ നിശേഷം നശിപ്പിക്കപ്പെട്ടു. അമോനിയരും മോവാബുകാരും സെയീർ പർവ്വത നിവാസികൾക്കെതിരെ തിരിഞ്ഞ് അവരെ നിശേഷം നശിപ്പിച്ചു. സെയീർ നിവാസികളെ നശിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവർ അന്യോന്യം നശിപ്പിക്കാൻ തയ്യാറായി. അതെ, അപ്പൊ ഇതില് അവിടെ അവര് ദൈവത്തെ വിളിച്ചപ്പോ പ്രവാചകനിലൂടെ ഉണ്ടായ അരുളപ്പാട് ഇതായിരുന്നു. അതിന്റെ 15ാം സെന്റൻസില്, ഈ വലിയ ജനസമൂഹത്തെ കണ്ട് ഭയപ്പെടരുത്, പരിഭ്രമിക്കരുത്, കാരണം യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റെതാണ്. അപ്പൊ അതില് 17ാം സെന്റൻസ്, ഈ യുദ്ധത്തിൽ നിങ്ങൾ പൊരുതേണ്ടി വരില്ല. യഹൂദായ ജെറുസലേമെ, നിങ്ങൾ നിങ്ങളുടെ സ്ഥാനങ്ങളിൽ നിൽക്കുക, നിശ്ചലമായി നിൽക്കുക, എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടിയുള്ള കർത്താവിന്റെ വിജയം കാണുക. ഭയപ്പെടരുത്, പരിഭ്രമിക്കരുത്, നാളെ അവരുടെ നേരെ പുറപ്പെടുക, കർത്താവ് നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുന്നു. ഇവർക്കൊക്കെ മിലിറ്ററി ഉണ്ട്. അപ്പൊ ഈ ലാക്കീഷ് നിവാസികളാണ് ഇവരെ ഇൻസ്റ്റിഗേറ്റ് ചെയ്ത് ഒരു മിലിറ്ററി പവർ ഉണ്ടാക്കാൻ വേണ്ടി. അതിനെ ദൈവത്തിന്റെ വചനം പറയുന്നത് പാപത്തിലേക്ക് നയിക്കപ്പെട്ടെന്ന്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇവിടെ നോക്കുക, വലിയൊരു സൈന്യം എതിരായിട്ട് വന്നപ്പോ ഇവര് ദൈവത്തെ വിളിച്ചു കഴിഞ്ഞപ്പോ ഒരു വാളോ കുന്തോ ഒരു ശത്രുവിന്റെ ഒരു ആയുധവും കൂടാതെ ദൈവം ശത്രുവിനെ നിശേഷം നശിപ്പിച്ചു. നമ്മുടെ ജീവിതത്തില് ഇത് വല്ലാത്തൊരു ചലഞ്ച്. വെറുതെ വായിക്കുന്ന പോലെയുള്ളൊരു കാര്യമല്ല. മുന്നമേ അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിച്ച് ഫോർ എവരി നീഡ്, കാരണം ഇവർക്ക് മിലിറ്ററി ഉണ്ട്, പക്ഷെ ഈ വിജയം കിട്ടിയത് നമുക്കൊരു മാതൃകയാണ്. കാരണം നമ്മുടെ കയ്യിൽ എന്തുണ്ട് പോലും, പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ കയ്യിൽ റിസോഴ്സ് ഉണ്ടെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കാനുള്ള ചാൻസ് കുറവാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇവർക്ക് മിലിറ്ററി ഉണ്ട്, പക്ഷെ മിലിറ്ററിയുടെ യാതൊരു ഹെൽപ്പും കൂടാതെ ദൈവം വിജയം കൊടുത്തത്. ഇവർക്ക് മിലിറ്ററി ഉണ്ടാക്കരുതെന്നായിരുന്നു ദൈവകൽപ്പന. അപ്പൊ ഇവർ ഈ പാപത്തിലേക്ക് നയിച്ച, അല്ലെങ്കിൽ മിലിറ്ററി പവർ ഉണ്ടാക്കി. ഇപ്പൊ നമ്മുടെ ജീവിതത്തില് നമ്മളൊന്ന് ആലോചിച്ചു, നമ്മൾ എത്രത്തോളം നമ്മുടെ കഴിവിൽ ആശ്രയിക്കുന്നവരാ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്യൂച്ചർ നീഡ്. ഇതൊരു വാർഫെയർ. ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്ന ഒരു യുദ്ധമാണ്, പോരാട്ടത്തിലാണ്. നമ്മൾ വാർഫെയറില്ല. നമ്മൾ സമ്പൂർണമായിട്ട് കർത്താവിൽ ആശ്രയിച്ചിട്ടാണ് വാർഫെയർ ചെയ്യുന്നത്. അത് നമ്മുടെ, കാരണം നമുക്ക് എന്ത് റിസോഴ്സ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല, പക്ഷെ നമ്മുടെ ആശ്രയം ദൈവത്തിനറിയാം. ദൈവത്തെ നമുക്ക് ഡിസീവ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ സമ്പൂർണ്ണമായിട്ട് കർത്താവിലാണ് ആശ്രയിക്കുന്നതെങ്കിൽ നമ്മൾ പാപത്തിലല്ല. അറ്റ് ദി സെയിം ടൈം നമ്മൾ നമ്മുടെ എന്തെങ്കിലുമൊക്കെ കഴിവുകൊണ്ട് ജീവിതത്തെ അഭിമുഖീകരിക്കാമെന്നാണ് വിചാരിക്കുന്നതെങ്കിൽ ഈ ലാക്കീഷ് നിവാസികൾ ഇസ്രായേൽക്കാരെ പാപത്തിലേക്ക് നയിച്ചതുപോലെ തന്നെ നമ്മൾ പാപത്തിലായി കഴിഞ്ഞു. ഈ വീണ്ടും നിയമത്തില് ഇൻ കേസ് ഇവർക്ക് രാജാവിനെ ഇവരാവശ്യപ്പെട്ട് രാജാവിനെ കൊടുക്കുവാണെങ്കിൽ രാജാവിന് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റി എഴുതിയിട്ടുണ്ടായിരുന്നു ഡ്യൂട്ടോണമി 17 17 അധ്യായത്തില്. ഇതൊക്കെ നമ്മളെ സംബന്ധിച്ച് വളരെ പ്രസക്തമാണ്. നമ്മൾ രാജാക്കന്മാരാണ്, നമ്മൾ പാടാറുണ്ട്, പറയാറുണ്ട്, കർത്താവ് രാജാക്കന്മാരുടെ രാജാവ്, നമ്മൾ രാജാക്കന്മാരില്ല. അതിന്റെ 17-14 തുടങ്ങി വായിക്കുമ്പോൾ, നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ഡ്യൂട്ടോണമി, നിനക്ക് തരുന്ന ദേശത്തെത്തി അത് കൈവശമാക്കി അതിൽ നീ വാസം ഉറപ്പിച്ചു കഴിയുമ്പോൾ എനിക്ക് ചുറ്റും ഉള്ള എല്ലാ ജനതകളെ പോലെയും ഞാൻ എനിക്കൊരു രാജാവിനെ നിയമിക്കും എന്ന് നീ പറയുന്ന പക്ഷം. നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, ദൈവത്തിന്റെ ആഗ്രഹമല്ല, ദൈവത്തിന് ഇഷ്ടമില്ലായിരുന്നു രാജാവിനെ വാഴിക്കുന്നത്. എന്നാല് ദൈവത്തിന് മനുഷ്യന്റെ എല്ലാ ഹൃദയവിചാരങ്ങളും അറിയാം. അതുകൊണ്ടാണ് കർത്താവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്, ലോകസ്ഥാപനത്തിന് മുമ്പേ അറുക്കപ്പെട്ട കുഞ്ഞാട്. മനുഷ്യനെ സൃഷ്ടിക്കാൻ, മനുഷ്യന് സ്വാതന്ത്ര്യം കൊടുക്കാൻ ദൈവം തീരുമാനിച്ചപ്പോൾ തന്നെ മനുഷ്യന് ഇത് ദുരുപയോഗം ചെയ്യാനുള്ള ചാൻസിനെ കുറിച്ച് ദൈവത്തിന് അറിയാം. അതുകൊണ്ടാണ് ലോകസ്ഥാപനത്തിന് മുമ്പേ അറുക്കപ്പെട്ട കുഞ്ഞാട്. സെയിം വേ ഈ മറ്റ് ജനതകളുടെ കൂടെ വസിക്കുമ്പോൾ മറ്റ് ജനതകളെ പോലെ എനിക്കും ആകണം എന്നുള്ള ആഗ്രഹം വരാനുള്ള ചാൻസിനെ കുറിച്ച് ദൈവത്തിന് അറിയാമായിരുന്നതുകൊണ്ട് രാജാവിനെ ആവശ്യപ്പെട്ടാൽ അതിന്റെ ക്വാളിറ്റി ദൈവം നേരത്തെ തന്നെ നിയമത്തിൽ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്ന് നീ പറയുന്ന പക്ഷം നിന്റെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുക്കുന്നവനെ തന്നെ നീ രാജാവായി വാഴിക്കണം. നിന്റെ സഹോദരന്മാരിൽ ഒരുവനെ നീ രാജാവായി വാഴിക്കണം. നിന്റെ സഹോദരനല്ലാത്ത ഒരു പരദേശിയെ നിന്റെ മേൽ വാഴിക്കരുത്. അയാൾ തന്റെ, ഈ സെയിം കാര്യം തന്നെ, അതിന് മുഴുവൻ നമ്മൾ ചിന്തിക്കുന്നില്ല, അയാൾ തന്റെ കുതിരകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയോ കൂടുതൽ കുതിരകളെ സമ്പാദിക്കാനായി ജനത്തെ ഈജിപ്തിലേക്ക് തിരികെ കൊണ്ടുപോവുകയോ മാത്രം ചെയ്യരുത്. അപ്പൊ ഇത് മിലിറ്ററി പവറാ, കുതിരകളുടെ എണ്ണം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തില് നമ്മൾ എങ്ങനെയാ, നമുക്ക് ദൈവം നമുക്ക് മെറ്റീരിയൽ പ്രോപ്പർട്ടി എന്തൊക്കെ റിസോഴ്സസ് ദൈവം കൂടുതലായിട്ട് തരുന്നോ അത് നമ്മൾ തരുന്നതനുസരിച്ച് എംറ്റി ഔട്ട് ചെയ്യുന്നവരാണോ അതോ കൂടുതൽ അക്യുമുലേറ്റ് ചെയ്യുന്നവരാണോ? ഇവിടെ
പ്രത്യേകം പറഞ്ഞേക്കുവാണ്, കുതിരകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയോ കൂടുതൽ കുതിരകളെ സമ്പാദിക്കാനായി ഈജിപ്തിലേക്ക് പോവുകയോ ചെയ്യരുത്. ഈജിപ്ത് എന്ന് പറയുന്നത് ലോക, കുതിര എന്ന് പറയുന്നത് നമ്മുടെ ശക്തിയാണ്. അതായത് വിശ്വാസത്തിന്റെ നേരെ ഓപ്പോസിറ്റാ കുതിര. ഈ 147 സങ്കീർത്തനത്തിന്റെ 10ാം സെന്റൻസ് വായിക്കുമ്പോൾ ദൈവത്തിന്റെ ക്യാരക്ടർ നമ്മൾ അറിയേണ്ടതാണ്. 147:10 നോക്കിയോ. കുതിരയുടെ ശക്തിയിൽ അവൻ പ്രസാദിക്കുന്നില്ല, മനുഷ്യന്റെ കാൽക്കരുത്തിലും അവൻ പ്രസാദിക്കുന്നില്ല. അതെ, കുതിരയുടെ ശക്തിയിൽ അവൻ പ്രസാദിക്കുന്നില്ല, മനുഷ്യന്റെ കാൽക്കരുത്തിലും അവൻ പ്രസാദിക്കുന്നില്ല. എന്നാൽ തന്നെ ഭയപ്പെടുന്നവരിൽ, തന്റെ അചഞ്ചല സ്നേഹത്തിൽ പ്രത്യാശ അർപ്പിക്കുന്നവരിൽ കർത്താവ് പ്രസാദിക്കുന്നു. നമുക്ക് രണ്ടും ഓപ്പോസിറ്റാ കാര്യങ്ങൾ. ഒന്ന് സ്വന്തം കഴിവ് അല്ലെങ്കിൽ സ്വന്തം ഇൻഡിവിജ്വൽ ആട്രിബ്യൂട്ട്സ്, പിന്നെ നമുക്ക് അറ്റൈൻ ചെയ്തേക്കുന്ന അല്ലെങ്കിൽ സമ്പാദിച്ചു കൂട്ടിയേക്കുന്ന കഴിവുകൾ. ഇതിലൊന്നിലും കർത്താവിന് യാതൊരു പ്രസാദമില്ല. എന്നാൽ പ്രസാദിക്കുന്ന ഒരു കാര്യമുണ്ട്, കർത്താവിന്റെ അചഞ്ചല സ്നേഹത്തില് ആശ്രയിക്കുന്ന മനുഷ്യരിൽ, എന്നാൽ തന്നെ ഭയപ്പെടുന്നവരിൽ, തന്റെ അചഞ്ചല സ്നേഹത്തിൽ പ്രത്യാശ അർപ്പിക്കുന്നവരിൽ കർത്താവ് പ്രസാദിക്കുന്നു. അല്ലെങ്കിൽ കർത്താവിന്റെ, നമുക്കെല്ലാം ജീവിതത്തിൽ ആവശ്യങ്ങളുള്ളവരാണ്, ജീവിതത്തിൽ ആവശ്യമില്ലാത്ത ഒരു മനുഷ്യനുമില്ല. അറ്റ് ദി സെയിം ടൈം കർത്താവിന് അറിയാം നമ്മൾ നമ്മുടെ റിസോഴ്സിലാണോ നമ്മുടെ കഴിവിലാണോ വിശ്വസിക്കുന്നത്, അതെയോ നമുക്കുള്ള പ്രോപ്പർട്ടി അല്ലെ നമുക്കുള്ള സമ്പത്തിലാണോ നമ്മൾ ആശ്രയിക്കുന്നത്, അതെയോ രക്ഷയ്ക്ക് ഏക മാർഗം കർത്താവിന്റെ സ്നേഹം മാത്രമാണെന്ന് വിശ്വസിക്കുന്നവരാണ്. ഇത് കർത്താവിനെ അറിയാം, ഹൃദയങ്ങളെ അറിയുന്ന കർത്താവിന്റെ മുമ്പിൽ ഈ 145 സങ്കീർത്തനത്തിന്റെ തന്നെ അതിന്റെ 18ാം സെന്റൻസില് 18ഉം 20ഉം വായിക്കുമ്പോൾ, കർത്താവ് തന്നെ വിളിക്കുന്നവർക്കെല്ലാം, വിശ്വസ്തതാപൂർവം തന്നെ വിളിക്കുന്നവർക്കെല്ലാം സമീപസ്ഥനാണ്. അതെ, കർത്താവ് തന്നെ വിളിക്കുന്നവർക്കെല്ലാം എന്ന് പറഞ്ഞിട്ട് എന്റെ റിയൽ ആയിട്ടുള്ള കാര്യം പറഞ്ഞേക്കും. വിളിക്കുന്നവർക്കെല്ലാം സമീപസ്ഥനാന്നല്ല പറഞ്ഞേക്കുന്നത്, വിശ്വസ്തതാപൂർവം വിളിക്കുന്നവർക്കെല്ലാം സമീപസ്ഥനാണ്. 20ാം സെന്റൻസ്, തന്നെ സ്നേഹിക്കുന്നവരെല്ലാം കർത്താവ് സംരക്ഷിക്കും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നോക്കുക, നമ്മൾ 50 പേരുണ്ട്, 50 പേർക്കും 50 അളവില സ്നേഹം അല്ലെ, തീർച്ചയായിട്ടും. പക്ഷേ തന്നെ സ്നേഹിക്കുന്നവരെല്ലാം കർത്താവ് സംരക്ഷിക്കും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തിനു വേണ്ടിയായിരിക്കണം നമ്മൾ സ്ട്രൈവ് ചെയ്യുന്നത്? കർത്താവിനെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കാൻ വേണ്ടി. 1 Corinthians 16:22 നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവായ യേശുവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ. അതിന്റെ ഓപ്പോസിറ്റ് ഞാൻ പറയാം, കർത്താവായ യേശുവിനെ സ്നേഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. പത്രോസ് കർത്താവിനെ തള്ളി പറഞ്ഞു 3 times റിപ്പീറ്റഡ്ലി തള്ളി പറഞ്ഞു. പിന്നീട് പത്രോസിനെ ആദ്യമായിട്ട് കാണുമ്പോൾ കർത്താവ് ചോദിക്കുന്നത്, പത്രോസ് നീ എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസ് സ്നേഹിക്കുന്നു. വീണ്ടും ചോദിച്ചു, സ്നേഹിക്കുന്നുവോ? അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ക്രിസ്ത്യൻ ലൈഫ് വളരെ സിമ്പിളാണ്. ഒന്നും ആവശ്യമില്ല, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. ഇതിന് തടസ്സം നിൽക്കാൻ ആർക്കും പറ്റത്തില്ല. നമ്മുടെ സമൂഹത്തിന് പറ്റത്തില്ല, ഭാര്യയ്ക്ക് പറ്റില്ല, ഭർത്താവിന് പറ്റില്ല, ആർക്കും പറ്റത്തില്ല. കാരണം ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. അപ്പൊ കർത്താവ് തന്നെ സ്നേഹിക്കുന്നവരെല്ലാം സംരക്ഷിക്കും. കർത്താവിന്റെ വലിയ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഈ ജെറമ്യ 17 എടുക്കുമ്പോൾ നമ്മളവിടെ ലാക്കീഷ് നിവാസികൾ ഇസ്രായേൽക്കാരെ കൊണ്ട് എത്തിച്ച ആ പാപത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ ആ പാപത്തിൽ വീഴാൻ പാടില്ല. കാരണം നമ്മുടെ ഒരു റിസോഴ്സിലും ദൈവത്തിന് പ്രസാദം ഇല്ല. കാരണം നമുക്ക് എന്തൊക്കെയുണ്ട്, ആര് തന്നതാ? ദൈവം തന്നതാ. ദൈവം തന്ന ഒരു കാര്യത്തെ കുറിച്ച് ദൈവത്തിന് ഒരു അപ്രീസിയേഷനും ഇല്ല. അല്ലെങ്കിൽ നമ്മൾ ആശ്രയിക്കുന്നത് കർത്താവിലാണോ എന്നുള്ളത് മാത്രമേ ദൈവം നോക്കുന്നുള്ളൂ. ജെറമ്യ 17 അതിന്റെ 5 തുടങ്ങി വായിക്കുമ്പോൾ, കർത്താവ് അരുൾ ചെയ്യുന്നു, മനുഷ്യനിൽ വിശ്വാസം അർപ്പിച്ച് ജഡത്തെ ആശ്രയമാക്കി കർത്താവിൽ നിന്ന് ഹൃദയത്തെ വ്യതിചലിപ്പിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. ചിന്തിച്ചു നോക്കണം. അതായത് ഈ പറഞ്ഞേക്കുന്ന കാര്യം തന്നെ ഇത്, അതായത് ദൈവത്തെ ശപിക്കപ്പെട്ടിട്ട് പിന്നെ നമുക്ക് ഒരിടത്തും പോയി രക്ഷപ്പെടാന്ന് വിചാരിക്കുന്നു. നെവർ. അത് പറഞ്ഞേക്കുന്നേ, കർത്താവ് അരുൾ ചെയ്യുന്നു, മനുഷ്യനിൽ വിശ്വാസം അർപ്പിച്ച്. മനുഷ്യനിൽ വിശ്വാസം അർപ്പിച്ചെന്ന് പറഞ്ഞാൽ ആരില്ല? അവനവനിൽ തന്നെയാ. മനുഷ്യൻ അല്ലെങ്കിൽ വേറെ ആയിക്കോട്ടെ, ആരിലായാലും മോസ്റ്റ്ലി നമ്മളെല്ലാം അവനവനിൽ തന്നെ ആശ്രയിക്കുന്നത്. പക്ഷെ വേറെ ആളിനെ ആശ്രയിച്ചാലും അത് അങ്ങനെ തന്നെ. മനുഷ്യനിൽ വിശ്വാസം അർപ്പിച്ച് ജഡത്തെ ആശ്രയമാക്കി കർത്താവിൽ നിന്ന് ഹൃദയത്തെ വ്യതിചലിപ്പിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. അതായത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മിൽ തന്നെ നമ്മുടെ കഴിവിൽ നമ്മൾ ആശ്രയിച്ച്, നമ്മുടെ മിടുക്കിൽ ആശ്രയിച്ച്, അല്ല വേറൊരു മനുഷ്യൻ എന്നെ സഹായിക്കുമെന്ന് വിചാരിച്ച് അതാണ് നമ്മുടെ ഹൃദയാവസ്ഥ എങ്കിൽ അതിനെയാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്
അല്ല, ജഡത്തിൽ ആശ്രയിക്കുന്ന അവസ്ഥ. അതായത് കർത്താവിൽ ആശ്രയിക്കാത്ത എല്ലാ അവസ്ഥയും ജഡത്തിൽ ആശ്രയിക്കുന്ന അവസ്ഥ. അവര് ശപിക്കപ്പെട്ടവൻ. ഈ ശപിക്കപ്പെട്ട് കഴിഞ്ഞാലുള്ള കൺസീക്വൻസ് നമ്മൾ അറിയേണ്ട. പല സ്ഥലത്തും പലത് എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ലേവ്യ പുസ്തകം 26 അധ്യായം മുഴുവൻ ശാപത്തിന്റെ ഫലങ്ങളാണ്, ശപിക്കപ്പെട്ടാലുള്ള കാര്യങ്ങൾ. ഡ്യൂട്രോമിൽ 28 പക്ഷെ ഇവിടെ എഴുതിയേക്കുന്നത് അയാൾ മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെയാണ്. നന്മ വരുന്നത് കാണാൻ അയാൾക്ക് കണ്ണില്ല. മരുഭൂമിയിലെ വരണ്ട സ്ഥലങ്ങളിൽ ജനവാസമില്ലാത്ത ഉപ്പ് നിലത്തിൽ അയാൾ പാർക്കുന്നു. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്നത് നന്മ കാണാൻ അയാൾക്ക് കണ്ണില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? കണ്ണില്ല എന്നല്ല, ഈ നന്മ കാണുന്നതിന് മുമ്പ് മിക്കവാറും ഇങ്ങേർക്ക് കാണാൻ പറ്റാതായി പോകും. അല്ലെങ്കിൽ ഇങ്ങേരുടെ ജീവിതത്തിൽ നന്മ കാണാൻ ദൈവം ഇട കൊടുക്കില്ല. കാരണം ദൈവത്തിൽ ആശ്രയിക്കാതെ നന്മ കാണാമെന്ന് ലോകത്തിൽ ഒരു മനുഷ്യന് വിചാരിച്ചാലും നടക്കില്ലെന്നോ. നമ്മൾ നന്മ എന്ന് വിചാരിക്കുന്നത് ആക്ച്വലി നന്മയല്ല, അതിന്റെ കൂടെ ചിന്തിക്കാൻ പറ്റാത്ത ദുഃഖങ്ങൾ കാണും. നമ്മൾ പൊതുവെ മനുഷ്യന്റെ ടെൻഡൻസി ഒരാൾക്ക് പൈസ ഉണ്ടായി അല്ലെങ്കിൽ എന്തെങ്കിലും ലോകപ്രകാരം അച്ചീവ്മെന്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ വിചാരിക്കും ഒത്തിരി നന്മയുണ്ടെന്ന്. ഈ പ്രോവേർബ്സ് 10:22 ഇന്ത്യൻ വേർഷനിൽ വായിക്കുമ്പോൾ വായിക്കും. സുഭാഷിതം 10:22 അതെ, the blessing of the Lord makes one rich. റിച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് പൈസ എന്നല്ലല്ലോ, സമൃദ്ധി അല്ലെ ഐശ്വര്യം. ഐശ്വര്യം എന്ന് പറഞ്ഞാൽ പണം മാത്രമല്ല. പണം എന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റിയിൽ പണം എന്ന് പറയുന്നത് നീഡ്സ് മീറ്റ് ചെയ്യാനുള്ള വെൽത്ത. അതാ ബൈബിളിൽ പണം എന്ന് പറഞ്ഞേക്കുന്നത്. അത് ക്രിസ്ത്യൻ കൺസെപ്റ്റില്. അപ്പൊ ദി ബ്ലെസ്സിങ് ഓഫ് ദി ലോർഡ് മേക്സ് വൺ, അല്ലെങ്കിൽ അവന്റെ ജീവിതത്തില് അവന് സമാധാനവും സന്തോഷം. അതെല്ലാം ഇപ്പം ഹീസ് റിച്ച് ഇൻ പീസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? പൈസ ഉണ്ടായിരുന്നല്ല. ഹീസ് റിച്ച് ഇൻ പീസ്, റിച്ച് ഇൻ എന്താ പറയുന്നത്, എല്ലാ സാഹചര്യം. അപ്പൊ റിച്ച് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പൈസ എന്നല്ല. പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് റിച്ച് എന്ന് പറഞ്ഞാൽ പണം എന്നേ ഉള്ളൂ. നോ, ദി ബ്ലെസ്സിങ് ഓഫ് ദി ലോർഡ് വിൽ മേക്ക് വൺ റിച്ച് ബട്ട് ഹി വിൽ നോട്ട് ആഡ് എനി സോറോ ടു ഇറ്റ്. അല്ലെങ്കിൽ ഈ പിശാചിനും ഒരു മനുഷ്യന് മെറ്റീരിയൽ ബ്ലെസ്സിങ് കൊടുക്കാൻ പറ്റും. മെറ്റീരിയൽ ബ്ലെസ്സിങ് കൊടുക്കാൻ പറ്റും. കാരണം കർത്താവിനോട് പിശാച് എന്താ പറയുന്നത്? ഈ ലോകത്തിലുള്ളതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ഇത് അങ്ങനെയല്ല, എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഞാൻ കൊടുക്കുന്ന. കർത്താവ് അതിനെ ഡിസ്പ്യൂട്ട് ചെയ്യുന്നില്ല. ലൂക്ക് ചാപ്റ്റർ 4 ലൂക്കിൽ അങ്ങനെ എഴുതിയിരുന്നത്. നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്, പിശാചിന് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാൻ, അല്ലെ പിശാചിനെ ഇഷ്ടപ്പെടുത്തുന്നവർക്ക് കൊടുക്കാനുള്ള ഒരു അധികാരം ദൈവം കൊടുത്തിട്ടുണ്ട്. ലൂക്ക് ചാപ്റ്റർ 4 പിശാച് പറയുന്നത്, പിശാച് നുണ പറഞ്ഞതൊന്നും അവിടെ എഴുതിയിട്ടില്ല. ഒന്ന് വായിക്കാം പിശാചിന്റെ സ്റ്റേറ്റ്മെന്റ്. ഒന്ന് വായിക്കാം. ഞാൻ ഈ എല്ലാ അധികാരവും അവയുടെ പ്രതാപവും നിനക്ക് തരാം, കാരണം ഇവയെല്ലാം എനിക്ക് തന്നിട്ടുള്ളതാണ്. എനിക്ക് ഇഷ്ടമുള്ളവന് ഞാൻ ഇവയെല്ലാം കൊടുക്കും. അതിനാൽ നീ എന്നെ ആരാധിക്കുമെങ്കിൽ ഇവയെല്ലാം നിനക്കുള്ളതായിരിക്കും. അപ്പൊ നോക്ക്, അപ്പൊ നമ്മൾ അവിടെ കണ്ടു ബ്ലെസ്സിങ് ഓഫ് ദി ലോർഡ് വിൽ മേക്ക് വൺ റിച്ച് ആൻഡ് ബ്ലെസ്സിങ് ഓഫ് ദി സേറ്റൻ എന്ന് പറയുന്നത് ശരിയല്ല. അതായത് പിശാചിനെ പ്രസാദിപ്പിക്കുന്നവർക്കും ലോകപ്രകാരം ഒത്തിരി ഐശ്വര്യങ്ങൾ കിട്ടും. കാരണം ഇവിടെ പിശാച് പറയുന്നത് ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. 1 ജോണിൽ ഇതിപ്പോ പിശാച് പറയുന്ന, പക്ഷേ യോഹൻ 1 ജോണില് പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നു. 1 ജോൺ ചാപ്റ്റർ 5 അതെ, അതായത് ലോകം മുഴുവൻ ദുഷ്ടന്റെ അധീനതയിൽ പറഞ്ഞാൽ ദുഷ്ടന്റെ അധികാരത്തിലാണ്. ദുഷ്ടന്റെ അധികാരത്തിൽ ദൈവം കൊടുത്തേക്കുന്ന 1 ജോൺ 5:18 തുടങ്ങി വായിക്കുമ്പോ, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ പാപം ചെയ്യുന്നില്ല എന്ന് നമുക്കറിയാം. ദൈവപുത്രൻ അയാളെ സംരക്ഷിക്കുന്നു. ദുഷ്ടൻ അയാളെ സ്പർശിക്കയില്ല. നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും ലോകം മുഴുവൻ ദുഷ്ടന്റെ ശക്തിയിലാണെന്നും നമുക്കറിയാം. ലോകം മുഴുവൻ ദുഷ്ടന്റെ ശക്തിയിലാണെന്നും നമുക്കറിയാം. അപ്പം കർത്താവിന്റെ അനുഗ്രഹം നമ്മൾ ആദ്യം ചിന്തിച്ച്, ലാക്കീഷ് നിവാസികൾ കംപ്ലീറ്റ് ജഡത്തിൽ ആശ്രയിച്ചു, അല്ലെ മനുഷ്യന്റെ കരുത്തിലേക്ക് ഇസ്രായേലിനെ അവര് ടെംപ്റ്റ് ചെയ്തു, അല്ലെ ഇസ്രായേൽ ഇവരെ കണ്ട് ഈ ജഡത്തിൽ ആശ്രയിക്കുന്ന അല്ലെ മിലിറ്ററി പവർ ഉണ്ടാക്കുന്നവരായി തീർന്നു. കാരണം ദൈവം കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു മിലിറ്ററി പവറിൽ ആശ്രയിക്കരുത്, ദൈവമാണ്. നമുക്കറിയാവുന്ന കാര്യങ്ങൾ ബൈബിളിൽ സോ മെനി എക്സാമ്പിൾ. ഇപ്പം ദാവീദ് ഗോലിയാത്തിനെ കൊല്ലുന്നത് മിലിറ്ററി പവർ കൊണ്ടല്ല, ഗോലിയാത്തിന്റെ കയ്യിലിരുന്ന വാളെടുത്തിട്ട് ആ ഗോലിയാത്തിന്റെ തല വെട്ടുന്നു, അല്ലെ. സിംഹത്തിന്റെയും കരടിയുടെയും
കരങ്ങളിൽ നിന്ന് എന്നെ രക്ഷിച്ച ദൈവം ഈ ഫെലിസ്ത്യന്റെ കയ്യിൽ നിന്നും രക്ഷിക്കും. അതാണ് ദാവീദിന്റെ മെത്തേഡല്ല, അതാണ് ദൈവം നമുക്ക് നൽകിയേക്കുന്ന മെത്തേഡ്. അതായത് നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ലാതിരിക്കുമ്പോഴും, അതുകൊണ്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് സിമെറ്റീരിയൽ കർത്താവില് ടു ദി എക്സ്റ്റെന്റ് യു ആർ ട്രസ്റ്റിംഗ് ഇൻ ദി ലോർഡ്, കയ്യിൽ ഒന്നിന്റെ ആവശ്യമില്ല. വിശ്വാസം ഇല്ലെങ്കിൽ, കയ്യിലില്ലെങ്കിൽ ജീവിക്കാനും പറ്റത്തില്ല. രണ്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ദൈവം പ്രൊവൈഡ് ചെയ്യുന്ന എപ്പോഴാണ്? ഗോഡ് വിൽ പ്രൊവൈഡ് അറ്റ് ദി ടൈം ഓഫ് നീഡ്. ഇനി ഇപ്പൊ ടൈം ഓഫ് നീഡ് ദൈവം തന്നില്ലെങ്കിലോ എന്ന് ചെറിയൊരു ഭയം ഉണ്ടെങ്കിൽ കയ്യിൽ സൂക്ഷിച്ചില്ലെങ്കിൽ പ്രശ്നമാവും. കൈ സൂക്ഷിച്ചില്ല എന്താവും? കാര്യം നടക്കില്ല. കാരണം ശദ്രക്, മേശക്, അഭിനവോ പറഞ്ഞതാണ് കറക്റ്റ്. അതായത് ദൈവം ഞങ്ങളെ രക്ഷിക്കാൻ പ്രാപ്തനാണ്. ഇത് രക്ഷിച്ചില്ലെങ്കിലും നോ പ്രോബ്ലം. കാരണം റിസ്ക് എടുക്കാൻ പറ്റാത്ത ആർക്കും വിശ്വാസത്തിൽ വളരാൻ പറ്റില്ല. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. എന്റെ ദൈവം എന്നെ രക്ഷിക്കും, രക്ഷിച്ചില്ലെങ്കിലും പ്രോബ്ലം ഇല്ല. അങ്ങനെ അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിക്കാൻ ഇടയായിട്ടില്ല. അങ്ങനെ നമ്മൾ ഒരു ചെറിയ കാര്യത്തിൽ കർത്താവിനെ ആശ്രയിച്ചു, അപ്പൊ ദൈവം അതിന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുമ്പോൾ ഇത്തിരിയോടെ വലിയ കാര്യത്തിൽ ആശ്രയിക്കാൻ നമുക്ക് വിശ്വാസം കിട്ടും. അത് ദൈവം തന്നു കഴിയുമ്പോൾ ഇത്തിരിയോടെ വലുതിൽ ആശ്രയിക്കാൻ നമുക്ക് വിശ്വാസം കിട്ടും. അങ്ങനെ നമുക്ക് വിശ്വാസത്തെ വളർച്ച പ്രാപിക്കാൻ പറ്റും. ഈ സാം 138:5 വായിക്കുമ്പോൾ വായിക്കാം. കർത്താവിന്റെ മാർഗങ്ങളെ പറ്റി അവർ പാടും, കർത്താവിന്റെ മഹത്വം വലുതല്ലോ. 138 ഞാൻ വിളിച്ചപേക്ഷ നാളെ നീ എനിക്ക് ഉത്തരമരളി, എന്റെ ധൈര്യം നീ വർദ്ധിപ്പിച്ചു. അതെ, ഞാൻ 3 ആണ്. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരളി. അതിന്റെ ബൈ പ്രൊഡക്റ്റ് ആണ് അങ്ങനെ എന്റെ ധൈര്യം വർദ്ധിച്ചു. അതെ, അപ്പൊ നമ്മളൊരു ചെറിയ കാര്യത്തിൽ കർത്താവിൽ ആശ്രയിച്ചു, പ്രാർത്ഥിച്ചു, കർത്താവിന് ഉത്തരം തന്നു. അപ്പൊ നമുക്ക് ഇത്തിരിയോടെ ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ കർത്താവിൽ ആശ്രയിക്കാനുള്ള ധൈര്യം കിട്ടും. അപ്പൊ നമ്മൾ അതിനുവേണ്ടി കർത്താവിൽ ആശ്രയിച്ച് കഴിയുമ്പോൾ ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന കാണുമ്പോൾ നമുക്ക് കർത്താവ് എന്ന് പറയുന്ന ഒരാളുണ്ടെന്നും കർത്താവ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കേൾക്കുന്ന ആണെന്നും ഇത്തിരിയോടെ ഫെയ്ത്ത് ഉണ്ടാവും. ദെൻ അതിനേക്കാൾ വലിയ കാര്യത്തിൽ ആശ്രയിക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ വിശ്വാസത്തിൽ നമുക്ക് വർദ്ധിച്ചു വരാൻ പറ്റും. അപ്പൊ ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞേക്കുന്നത്, അപ്പൊ ഇങ്ങനെ ഈ ജഡത്തെ ആശ്രയമാക്കുന്ന മനുഷ്യന് പറഞ്ഞേക്കുന്നത് മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെയാണ്. അപ്പൊ മരുഭൂമിയിൽ ഏത് ചെടിയാന്ന് പറഞ്ഞാൽ ലിവിങ് ഇൻ ഡെസേർട്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അറിയേണ്ട ഒരു കാര്യം, കർത്താവിൽ നമുക്ക് സമ്പൂർണ്ണമായിട്ട് ആശ്രയിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടതോ രക്ഷിക്കപ്പെടാത്തതോ എന്തോ ആട്ടെ, നമ്മുടെ ലൈഫ് മരുഭൂമിയിലായിരിക്കും. അതായത് ഡെസേർട്ടിലെ ലൈഫായിരിക്കും. ഡെസേർട്ടിൽ വെള്ളമില്ല, ഒന്നും ഇല്ലായ്മയായിരിക്കും. കാരണം എല്ലാം ഉണ്ടെങ്കിൽ ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ നമ്മൾ ജീവിക്കേണ്ടതായിട്ട് വരും കർത്താവിൽ ആശ്രയം വെച്ചില്ലെങ്കിൽ. 17:5 വായിച്ച് അടിയിലോട്ടുള്ളതോടെ വായിക്കുമ്പോൾ ഇത് രണ്ടും നമ്മൾ അറിഞ്ഞില്ലേ പറ്റും. ജെറമ്യ 17:5-6 വായിക്കുമ്പോൾ അയാൾ മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെയാണ്, നന്മ വരുന്നത് കാണാൻ അയാൾക്ക് കണ്ടില്ല. അടുത്തത്, മരുഭൂമിയിലെ വരണ്ട സ്ഥലങ്ങളിൽ ജനവാസമില്ലാത്ത നിലത്തിൽ അയാൾ പാർക്കുന്നു. അപ്പൊ ഇത് ഒന്നോടെ ഞാൻ ഓർമ്മിപ്പിക്കുക. അപ്പൊ നമ്മള് ജഡത്തിൽ ആശ്രയിച്ചാലും ക്രിസ്ത്യൻ ലൈഫിൽ നമ്മൾ വന്നിട്ട് കർത്താവിൽ നമുക്ക് സമ്പൂർണ്ണമായിട്ട് ആശ്രയിക്കാൻ പറ്റിയില്ലേ, നമുക്ക് ഒരു ഫ്യൂച്ചറും ഇല്ല ജീവിതത്തിൽ, ഈ ലോകത്തിലും ഇല്ല, വരാനിരിക്കുന്ന ജീവിതത്തിൽ. അറ്റ് ദി സെയിം ടൈം കർത്താവിൽ ആശ്രയിച്ചാൽ നമ്മൾ മരുഭൂമിയിലെ കുറ്റിച്ചെടി അല്ലെങ്കിൽ ഉപ്പ് നിലത്തായിരിക്കില്ല നമ്മുടെ ജീവിതം. അതിന്റെ 7 തുടങ്ങി വായിക്കുമ്പോൾ അതിന്റെ 2 നമ്മൾ അറിഞ്ഞേ പറ്റൂ. വായിച്ചോ ഷാജാൻ. കർത്താവിൽ ആശ്രയമർപ്പിച്ച് കർത്താവിനെ ആശ്രയമാക്കുന്നവൻ അനുഗ്രഹീതൻ. അയാൾ ജലത്തിനരികെ നട്ടിരിക്കുന്നതും കാറ്റിലേക്ക് വേരോട്ടമുള്ളതുമായ വൃക്ഷം പോലെയാണ്. വേനലുണ്ടാകുമ്പോൾ അയാൾക്ക് പേടിക്കാനൊന്നുമില്ല, കാരണം അതിന്റെ ഇലകൾ എപ്പോഴും പച്ചയായിരിക്കും. വരൾച്ചയുള്ള മത്സരത്തിൽ അതിന് ആശങ്കകളില്ല, അത് കായ്ക്കാതിരിക്കുകയില്ല. അതെ, അപ്പൊ 5 തുടങ്ങി 8 വരെയുള്ള സ്ഥലത്ത് 2 എഴുതിയിട്ടുണ്ട്. ഒന്ന്, ജഡത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ, അതായത് സ്വന്തം ബുദ്ധി, സ്വന്തം കഴിവ് എല്ലാം നമുക്കുണ്ട്, നമുക്ക് എല്ലാവർക്കും ഉണ്ട്, ഈ രണ്ടും ഉണ്ട്. അറ്റ് ദി സെയിം ടൈം നമ്മൾ ഈ ജഡത്തിൽ ആശ്രയിക്കുന്ന അവസ്ഥ, ജഡത്തെ ക്രൂശിച്ച് ആത്മാവിൽ ജീവിക്കാൻ നമുക്ക് എത്രത്തോളം പറ്റുന്നു അതിനനുസരിച്ച് ഈ അവസ്ഥകളിൽ വ്യത്യാസം വരും. ഒന്ന് പറഞ്ഞേക്കുന്നത് മരുഭൂമിയിലെ വരണ്ട സ്ഥലങ്ങളിൽ ജനവാസമില്ലാത്ത ഉപ്പ് നിലത്തിൽ പാർക്കുന്നു. എന്നാൽ കർത്താവിൽ ആശ്രയം അർപ്പിച്ച് കർത്താവിനെ ആശ്രയമാക്കുന്ന മനുഷ്യൻ അനുഗ്രഹീതൻ. ഒന്ന് ശപിക്കപ്പെട്ടവൻ, ഒന്ന് അനുഗ്രഹീതൻ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം നമ്മൾ കർത്താവിൽ ആശ്രയിക്കണം. കാരണം കർത്താവിന്റെ അനുഗ്രഹവും കർത്താവിന്റെ ബ്ലെസ്സിങ് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാം.
ദി മോർ യു ആർ ഡിപ്പെൻഡിങ് അപ്പോൺ യുവർ ഓൺ എബിലിറ്റി, ദി മോർ യു ആർ കഴ്സ്. കാരണം കർത്താവിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് എങ്ങനെ ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹം കിട്ടും? ഒരു അനുഗ്രഹം കിട്ടത്തില്ല. അപ്പൊ കർത്താവിൽ ആശ്രയിക്കുന്ന മനുഷ്യന് എഴുതിയേക്കുന്നത് എങ്ങനെയാണ്? ജലത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റിലേക്ക് വേരോട്ടമുള്ളതുമായ വൃക്ഷം പോലെയാണ്. വേനൽ ഉണ്ടാകുമ്പോൾ അതിന് പേടിക്കാനൊന്നുമില്ല. വേനൽ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താ? സമ്മറും വിന്ററും വേനലും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഭൂമിയിലെ. അതെ, വേനൽ എന്ന് പറഞ്ഞ ഇല്ലായ്മയുടെ അവസ്ഥയാണ്. വേനൽ അതല്ലേ, വെള്ളമില്ല. പക്ഷെ ഇതിന് വെള്ളമില്ല, പക്ഷെ ഇതിന് പ്രശ്നമില്ല. കാരണം ഇതിന്റെ വേര് എങ്ങോട്ടാ പോയിരിക്കുന്നത്? വെള്ളത്തിലേക്ക്. അപ്പൊ പുറമെ എല്ലാ പ്രശ്നങ്ങളും എല്ലാ ബുദ്ധിമുട്ടും ഉള്ളപ്പോഴും ഈ കർത്താവിൽ ആശ്രയിക്കുന്ന മനുഷ്യന് പ്രശ്നമില്ല. കാരണം കാണാത്ത ഒരു സ്ഥലത്തേക്ക് ഇതിന്റെ വേര് പോയേക്കുന്നത്, ഇത് വെള്ളത്തിലേക്ക് ഇതിന്റെ വേര് പോയേക്കുന്നത്. അതുകൊണ്ട് വേനൽ ഉണ്ടാകുമ്പോൾ അതിന് പേടിക്കാൻ ഒന്നുമില്ല. കാരണം അതിന്റെ ഇലകൾ എപ്പോഴും പച്ചയായിരിക്കും. വരൾച്ചയുള്ള വത്സരത്തിൽ, കാരണം വരൾച്ച വരും, മനുഷ്യന് അപ്സ് ആൻഡ് ഡൗൺസ് വരും. ചിലപ്പോൾ മനുഷ്യന് സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കും, ചിലപ്പോൾ ശാരീരിക ക്ലേശമായിരിക്കും, എന്തും ആയിക്കൊള്ളട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്. പക്ഷെ ജീവരസം വലിക്കുന്നത് കർത്താവിൽ നിന്നാണെങ്കിൽ ആ വേനലിനെ ആ ചെടി അതിജീവിച്ചിരിക്കും. ഉറപ്പായിട്ടുള്ളൊരു കാര്യം. എപ്പോഴും അതിന്റെ ഇലകൾ എപ്പോഴും പച്ചയായിരിക്കും. വരൾച്ചയുള്ള വത്സരത്തിൽ അതിന് ആശങ്കകളില്ല, അത് കായ്ക്കാതിരിക്കില്ല. 1-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ Psalm 1 എല്ലാവർക്കും അറിയാവുന്നതാ. അപ്പൊ ഇതില് ആ വെള്ളത്തിലേക്കുള്ള നീരോട്ടത്തെ കുറിച്ച് എഴുതിയേക്കുന്നതാ. കാരണം വേര് പുഴയിലേക്ക് എന്ന് പറഞ്ഞേക്കുന്നത് അത് പുഴയല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. 1-ാം സങ്കീർത്തനം വായിക്കുമ്പോ ആ മനുഷ്യൻ എത്ര ഭാഗ്യവാൻ. അല്ല, നിക്ക്, ആ മനുഷ്യൻ എന്ന് പറഞ്ഞേക്കുന്നത് ഈ ജെറമ്യ 17 വായിച്ച മനുഷ്യനാണ്. അതായത് കർത്താവിൽ സമ്പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്ന. നമുക്കറിയാവുന്ന എടുക്കണമെന്നില്ല. സത്യവേദപുസ്തകം 17:7 വായിക്കുമ്പോൾ എടുക്കണ്ട, അറിയാവുന്ന കാര്യം, നമ്മൾ എന്നും ചിന്തിക്കുന്ന അവിടെ യഹോവയിൽ ആശ്രയിക്കുകയും, അതെ, ആ ഒരു വേർഡ് വേറെ ഒന്നുമില്ല, യഹോവ തന്നെ. അതെ, ഈ യഹോവ തന്നെ ആശ്രയം എന്നുള്ള വേർഡ് വന്നില്ലെങ്കിൽ അതിന് മീനിങ്ങേ ഇല്ല. കാരണം യഹോവയിൽ ആശ്രയിക്കാത്ത ആരുമില്ല. കാരണം നമ്മൾ യഹോവ എന്ന് വിളിക്കുന്നു, ജാതികളെ അറിയുന്നില്ലെങ്കിലും ദൈവമേ, എൻ്റെ ദൈവമേ, ഒരു ഭഗവാനുണ്ടെന്നൊക്കെ പറയാത്ത ഒരു മനുഷ്യനുമില്ല. പക്ഷേ യഹോവ തന്നെ ആശ്രയമാണോ എന്നുള്ളതാണ് നമ്മുടെ ലൈഫിന്റെ വിജയവും പരാജയവും ഡിസൈഡ് ചെയ്യുന്നത്. സമ്പൂർണമായിട്ട് കർത്താവിൽ ആശ്രയിക്കാത്ത ഒരു മനുഷ്യന്, നമ്മൾ യാക്കോബിന്റെ ലേഖനത്തിൽ വായിക്കുന്ന പോലെ, എന്തെങ്കിലും കർത്താവിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് ഒരു കാര്യമില്ല. ഇരുമനസ്സുള്ളവന്. ഏലിയ ആ ബാലിന്റെ പ്രവാചകരെ അഡ്രസ് ചെയ്യുമ്പോൾ പറയുന്നുണ്ട്, എത്ര കാലം നിങ്ങൾ ഇങ്ങനെ 2 വഞ്ചിയിൽ, യഹോവയെ ദൈവമെങ്കിൽ യഹോവയിൽ ആശ്രയിക്കുക, ബാലാണ് ദൈവമെങ്കിൽ ബാലിൽ ആശ്രയിക്കുക. സെയിം വേ ജഡത്തിന്റെ കഴിവുകൊണ്ട് നേടാൻ പറ്റും, കംപ്ലീറ്റ് ജഡത്തിൽ ആശ്രയിക്കുക, അല്ലെങ്കിൽ സമ്പൂർണ്ണമായിട്ട് കർത്താവിൽ ആശ്രയിക്കുക. അല്ലെങ്കിൽ രണ്ടിന്റെയും ഗുണം കിട്ടത്തില്ല. ജഡത്തിൽ ആശ്രയിക്കുന്നതിന്റെ ഗുണം കിട്ടത്തില്ല, ആത്മാവിൽ ആശ്രയിക്കുന്നതിന്റെ ഗുണം കിട്ടത്തില്ല. നമ്മൾ സാധാരണ പറയാറുള്ളത് പോലെ വെള്ളവും ഓയിലും കൂടെ മിക്സ് ചെയ്യുന്ന പോലെ ഇരിക്കും. വെള്ളവും ഓയിലും കൂടെ മിക്സ് ചെയ്താൽ വെള്ളത്തിന് വേണ്ടി അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല, ഓയിലിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റത്തില്ല, രണ്ടിന്റെയും ഗുണം കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് വി ഷുഡ് ബി ഡിറ്റർമിൻ ടു ട്രസ്റ്റ് ഓൺലി ആൻഡ് ഓൺലി ഇൻ ദി ലോർഡ്. അപ്പൊ നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹം ഉണ്ടാകും. ഇത് വേരോട്ടമുള്ള സ്ഥലത്ത് നമ്മുടെ വേരിറങ്ങാനിടയായി തീരും. 1-ാം സങ്കീർത്തനത്തിൽ ആ മനുഷ്യൻ എന്ന് പറഞ്ഞേക്കുന്നത് ഈ മനുഷ്യനാണ്. എത്ര ഭാഗ്യവാൻ, അയാൾ ദുഷ്ടരുടെ ഉപദേശത്തിൽ നടക്കുന്നില്ല. അങ്ങയുടെ ഉപദേശം മുഴുവൻ വേർഡ് ഓഫ് ഗോഡിൽ നിന്നാണ്. ദുഷ്ടരുടെ ഉപദേശം എന്ന് പറഞ്ഞ ലോകത്തിൽ നിന്നുള്ള ബുദ്ധിയാണ്. ദുഷ്ടരുടെ ഉപദേശത്തിൽ നടക്കുന്നില്ല, പാപികളുടെ വഴിത്താരയിൽ നിൽക്കുന്നില്ല, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കുന്നുമില്ല. ഇതെല്ലാം നമ്മൾ കെയർഫുൾ ആയിട്ട് അവോയ്ഡ് ചെയ്യുന്ന ആൾക്കാരാ. കാരണം നമ്മൾ ദൈവത്തെ ഭയപ്പെടുന്നവർ, സ്നേഹിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് ദുഷ്ടരുടെ ഉപദേശം എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ജീവിതത്തിന്റെ പാത കംപ്ലീറ്റ്ലി ദൈവവചനത്താൽ ആയിരിക്കണം എന്നൊരു ഡിറ്റർമിനേഷൻ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ടതാണ്. ദുഷ്ടരുടെ ഉപദേശത്തിൽ നടക്കുന്നില്ല, പാപികളുടെ വഴിത്താരയിൽ നമ്മൾ നിൽക്കുന്നില്ല, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കുന്നുമില്ല. നമ്മൾ അതൊക്കെ അവോയ്ഡ് ചെയ്യും. പക്ഷെ ഈ സെക്കൻഡ് പാർട്ട് അതിന്റെ നെഗറ്റീവ് ആണ് നമ്മൾ വായിച്ച്. പോസിറ്റീവ് ഇതാണ്, അയാളുടെ ആനന്ദം കർത്താവിന്റെ നിയമത്തിലാണ്, അയാൾ രാപ്പകൽ ധ്യാനിക്കുന്നത് അവന്റെ നിയമമാണ്. ഇപ്പൊ ആദ്യം നമ്മൾ വായിച്ച പോലെ തന്നെ ഇതിന്റെ ദൈവത്തിന്റെ വചനം നോക്കി, ജെനിസിസ് ടു റെവലേഷൻ ഇതിന്റെ ഓർഡർ ഒന്നാണ്. അത് എല്ലായിടത്തും സിമിലാരിറ്റി കാണാൻ പറ്റും. നമ്മൾ 17-ാം ജെറമ്യ 17 വായിച്ചു, ഒന്ന് ശപിക്കപ്പെട്ടവൻ, ഒന്ന് അനുഗ്രഹിക്കപ്പെട്ടവൻ. ഇതിന്റെ ഫസ്റ്റ് പാർട്ട് ദുഷ്ടന്റെ ആലോചനയിൽ അല്ലെങ്കിൽ സ്വന്തം കഴിവില് നടക്കുന്ന ഒരു മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. സെക്കൻഡ് പാർട്ടില് അയാളുടെ ആനന്ദം കർത്താവിന്റെ നിയമത്തിലാണ്, അയാൾ രാപകൽ ധ്യാനിക്കുന്നത് അവന്റെ നിയമമാണ്. ഇത് രാപകൽ ദൈവത്തിന്റെ നിയമം ധ്യാനിക്കണമെങ്കിൽ അവന്റെ ഹൃദയം എങ്ങനെയായിരിക്കണം?
പൂർണ്ണമായിട്ട് നിർത്താൻ ആശ്രയിച്ചു. നമ്മൾ പറയാറില്ല, ഒരുവനെ തന്നെ നനച്ചിരുന്നാൽ വരുന്നതെല്ലാം അവനും തോന്നും. അപ്പം ഈ കർത്താവിനെ തന്നെ ഓർമ്മിക്കാത്ത മനുഷ്യൻ ഒരിക്കലും ഈ രാപകൽ അവന്റെ നിയമത്തെക്കുറിച്ച്, രാപകൽ വായിക്കുന്നത് അവന്റെ നിയമം എന്നല്ല എഴുതിയിരിക്കുന്നത്, രാപകൽ ധ്യാനിക്കുന്നത്. ചിലപ്പോൾ രാവിലെ ഒരു സെന്റൻസ് ആയിരിക്കും വായിക്കുന്നുള്ളൂ, രാവിലെ അല്ലെങ്കിൽ ഒരു 2 സെന്റൻസ് ആയിരിക്കും വായിക്കുന്നുള്ളൂ. പക്ഷെ പകല് അങ്ങനെ ചിന്തകൾ മുഴുവൻ റോം അറൗണ്ട് ചെയ്യുന്നത് ആ യഹോവയുടെ നിയമത്തെ ആ വായിച്ചതിനെ കുറിച്ചാണ്. അങ്ങനെയല്ലേ നമ്മൾ ഫുഡ് കഴിക്കുന്നത്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് 10 മിനിറ്റ് എടുക്കുള്ളൂ, അല്ലെ 15 മിനിറ്റ് എടുക്കത്തുള്ളൂ. അത് 2 മണിക്കൂർ എടുക്കും അത് ഡൈജസ്റ്റ് ചെയ്യാൻ. സെയിം വേ നമുക്കൊരു വചനം കിട്ടി. ഇപ്പൊ നമ്മൾ ഇന്ന് ചിന്തിച്ചു, ലാക്കീഷ് നിവാസികളാണ് ഇസ്രായേലിനെ പാപത്തിലേക്ക് നയിച്ചത്. ഇറ്റ്സ് അവർ ഡ്യൂട്ടി ടു തിങ്ക്. കാരണം അവര് മിലിറ്ററി പവർ ഉണ്ടാക്കാൻ ഇസ്രായേലിനെ പ്രേരിപ്പിച്ചു. കർത്താവ് പറഞ്ഞു, ഒരുവൻ പാപം ചെയ്യാൻ ഇടയാക്കുന്നതിനേക്കാൾ നല്ലത് അവന്റെ കഴുത്തിൽ തിരികെ കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ്. അപ്പൊ ഇസ്രായേലിന് മിലിറ്ററി റേസ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ പാപത്തിന് കാരണമായത് ലാക്കീഷ് നിവാസികളാണ്. സെയിം വേ ഇവിടെ ഈ മനുഷ്യന്റെ ആനന്ദം മുഴുവൻ എന്തിലാണ്? അതായത് കർത്താവിന്റെ നിയമത്തിൽ, വചനത്തിൽ ആനന്ദം വരണമെങ്കിൽ കർത്താവിൽ ആനന്ദിക്കുന്നവനെ കർത്താവിന്റെ നിയമത്തിൽ ആനന്ദം വരും. നമുക്ക് രക്ഷിക്കപ്പെടുന്ന കണ്ടീഷൻ ഈ സ്ഥലം മാറ്റില്ല കേട്ടോ, അല്ലെങ്കിൽ ഞാൻ വായിച്ച് തീർത്തിട്ട് പോകാം. അരുവിയുടെ കരയിൽ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല വാടിക്കൊഴിയാത്തതുമായ മരം പോലെയാണ് അയാൾ. ചെയ്യുന്നതിലെല്ലാം അയാൾ വിജയം നേടുന്നു. ഇത് തന്നെയാണ് ക്ഷാമകാലത്തും ഇല വാടില്ല എന്ന് പറഞ്ഞേക്കുന്നത്. ചെയ്യുന്നതിലെല്ലാം ഐശ്വര്യമായിരിക്കും. നമുക്ക് ദൈവത്തിന്റെ ഒരു സ്പർശനം ഉണ്ടായിരിക്കും. എന്ത് ജോലി ചെയ്താലും എവിടെ ചെന്നാലും കർത്താവിന്റെ ഒരു കരം അതിന്റെ പിന്നാലെ ഉണ്ടായിരിക്കും. പ്രൊവൈഡഡ് നമ്മുടെ ആനന്ദം കർത്താവിലാണെങ്കിൽ, കർത്താവിന്റെ ആനന്ദം എവിടെയായിരിക്കും? നമ്മിലായിരിക്കും. അപ്പൊ ഇവിടെ അയാളുടെ ആനന്ദം രാപകൽ അയാൾ ധ്യാനിക്കുന്ന കർത്താവിന്റെ നിയമമാണ്. എപ്പോഴും കർത്താവിനെ കുറിച്ചും കർത്താവിന്റെ കാര്യങ്ങളെ കുറിച്ചും ചിന്തിക്കുന്നത്. ഇത് രക്ഷയുടെ ഒരു കണ്ടീഷനായിട്ട് ബൈബിളിൽ എഴുതിയിരിക്കുന്നതാണ്. ഈ സെക്കൻഡ് തെസ്സലോനിയൻസ് ചാപ്റ്റർ 2 എടുക്കുമ്പോൾ നമുക്കറിയാവുന്ന സ്ഥലം, പക്ഷെ അങ്ങനെ അങ്ങ് ചിന്തിച്ചിട്ടില്ലെന്നുള്ളൂ. സെക്കൻഡ് തെസ്സലോനിയൻസ് ചാപ്റ്റർ 2 അറിയാവുന്ന സ്ഥലം. അതിന്റെ അന്തിക്രിസ്തുവിന്റെ വരവിനെ കുറിച്ചാ 10 തുടങ്ങി വായിക്കുമ്പോൾ, നശിക്കാനിരിക്കുന്നവരുടെ മേൽ എല്ലാ കുതന്ത്രങ്ങളും പ്രയോഗിക്കും. കാരണം ഞങ്ങൾ ശ്രദ്ധിക്കണേ, സത്യത്തെ സ്നേഹിച്ച് രക്ഷ പ്രാപിക്കാൻ അവർ വിസമ്മതിച്ചു. അതിനാൽ തെറ്റായത് ശരിയെന്ന് വിശ്വസിക്കേണ്ടതിന് അവരുടെ മേൽ ദൈവം ശക്തമായ മിഥ്യാബോധം അയക്കും. അങ്ങനെ സത്യത്തിൽ വിശ്വസിക്കാതെ അധർമ്മത്തെ സ്നേഹിച്ചവർ എല്ലാവരും ശിക്ഷിക്കപ്പെടും. അപ്പൊ നമ്മൾ ഈ 10ാം സെന്റൻസിൽ എഴുതിയത് ചിന്തിക്കേണ്ടതാ. കാരണം സത്യത്തെ സ്നേഹിച്ച് രക്ഷ പ്രാപിക്കാൻ അവർ വിസമ്മതിച്ചു. അപ്പൊ രക്ഷ പ്രാപിക്കണമെങ്കിൽ ഒരു കണ്ടീഷൻ എന്താ? സത്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം. കാരണം സത്യം എന്ന് പറയുന്നത് ദൈവമാണ്, ദൈവത്തിന്റെ റെവലേഷനാണ് സത്യം എന്ന് പറയുന്നത്. കാരണം ദൈവത്തെ കുറിച്ച് അറിയാതെ കർത്താവ് ഈ ഐസിയ 41:16 ഐസിയ 41 അതിന്റെ 41 അല്ല 43 വേഴ്സ് 10 43:10 ബാബു നോക്കാം. കർത്താവ് അരുൾ ചെയ്യുന്നു, എന്റെ സാക്ഷികൾ നിങ്ങളാണ്, എന്നെ അറിഞ്ഞ് വിശ്വസിച്ച് ഞാനാണ് അവൻ എന്ന് മനസ്സിലാക്കേണ്ടതിന് ഞാൻ തെരഞ്ഞെടുത്ത എന്റെ ദാസൻ. അതെ, അപ്പൊ ഇതില് എന്റെ സാക്ഷികൾ നിങ്ങളാണ്. സാക്ഷികളാണെങ്കിൽ, കർത്താവിന്റെ സാക്ഷികളാണെങ്കിൽ കണ്ടീഷൻ എഴുതിയേക്കുന്നത്, എന്നെ അറിഞ്ഞ് വിശ്വസിച്ച് ഞാനാണ് അവൻ എന്ന് മനസ്സിലാക്കേണ്ടതിന് ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ദാസൻ. അപ്പൊ ഈ രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് ഇതൊരു ഉറക്കത്തിലോ സ്വപ്നത്തിലോ നടക്കുന്ന ഒരു കാര്യമല്ല. നോ, അറിഞ്ഞ് വിശ്വസിച്ച് ഞാനാണ് അവൻ, ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ച യേശു ക്രിസ്തുവിനെയും അറിഞ്ഞാലേ രക്ഷിക്കപ്പെടുത്തുള്ളൂ. അല്ലാതെ ഇത് നമ്മളൊരു ഫൂളിഷ് ആയിട്ടുള്ള ഒരു ജെന്റൈൽ ഫെയ്ത്ത് പോലെ, അല്ലെങ്കിൽ ജാതികൾ പോകുന്ന പോലെ, അല്ലെങ്കിൽ ചിലര് മെക്ക മദീനയ്ക്കൊക്കെ ഹജ്ജിന് പോകുന്ന ഒരു പിശാചിനെ കല്ലെറിയുന്ന പോലത്തെ ഒരു സിസ്റ്റം അല്ല ഇത്. ഇറ്റ് ഈസ് ഔട്ട് ഓഫ് നോളജ്. യു ഹാവ് ടു നോ ദി സ്ക്രിപ്ചർ. അല്ലെ എവിടെയെങ്കിലും എങ്ങോടെങ്കിലും തീർത്ഥാടനം പോയി അവിടെ അല്ലെങ്കിൽ പണ്ട് ഇങ്ങനെ ജീവിച്ചിരുന്ന് പറയുന്ന ഒരു കെട്ടുകഥയുടെ പ്രസ്ഥാനം അല്ല ഇത്.
യു ആർ ടു നോ, ഇറ്റ്സ് ബേസ്ഡ് അപ്പൺ നോളജ്. ഇത് നോളജിന് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫെയ്ത്ത്, ക്രിസ്ത്യൻ ഫെയ്ത്ത്. ഇതൊരു കെട്ടുകഥകളല്ല. ഇത് 2000 years ബിഫോർ എന്ന് പറഞ്ഞാൽ പ്യുവർലി ഹിസ്റ്റോറിക്കൽ ഏറിയയിൽ സംഭവിച്ച ഒരു സംഭവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പൊ ഇതിൽ എഴുതിയേക്കുന്നത് നിങ്ങളാണ് എന്റെ സാക്ഷികൾ, കാരണം അറിഞ്ഞ് വിശ്വസിച്ച്. അപ്പൊ ഇതില് തെസ്സലോനിക്ക ലേഖനത്തിൽ നമ്മൾ വായിച്ചു, അവിടെ എന്താ എഴുതിയേക്കുന്നത്? സത്യത്തെ സ്നേഹിച്ച് രക്ഷ പ്രാപിക്കാൻ വിസമ്മതിച്ചു. അപ്പൊ രക്ഷ പ്രാപിക്കുന്നവരുടെ ക്വാളിറ്റി എന്താ? അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇനി രക്ഷിക്കപ്പെടുക, സത്യത്തെ സ്നേഹിച്ച് രക്ഷ പ്രാപിക്കാൻ തയ്യാറായിട്ടുള്ളവരെ രക്ഷിക്കപ്പെട്ടേക്കുന്നത്. അപ്പൊ രക്ഷിക്കപ്പെട്ട ഒരാൾക്ക് എന്ത് ക്വാളിറ്റി ഉണ്ടായിരിക്കും? സത്യത്തെ സ്നേഹിക്കുന്നവരായിരിക്കും. അവർ രാപകൽ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നവരായിരിക്കും. നമ്മളൊന്ന് ഇൻട്രോസ്പെക്ട് ചെയ്താൽ മതി. നമ്മൾ ഈ കർത്താവിലേക്ക് വന്നു, നമ്മൾ രക്ഷിക്കപ്പെട്ടെന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് ഈ ഫ്രൂട്ട് വെച്ച് കർത്താവ് പറഞ്ഞു, ഫ്രൂട്ട് കൊണ്ട് മാത്രമേ അറിയാൻ പറ്റൂ. എ ട്രീ ഈസ് നോൺ ബൈ ഇറ്റ്സ് ഫ്രൂട്ട്. അല്ലെങ്കിൽ കള്ളപ്രവാചകരെ അവരുടെ ഫലം കൊണ്ട് അറിയാം. നമ്മൾ കള്ളവിശ്വാസിയെ നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ട, വേറെ ആരും ടെസ്റ്റ് ചെയ്യേണ്ട. നമ്മൾ കള്ളവിശ്വാസിയാണോ നമ്മളെ തന്നെ ടെസ്റ്റ് ചെയ്താൽ മതി. കാരണം ഇത് ദൈവത്തിന്റെ വചനത്തിൽ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞേക്കുന്ന കാര്യം. 2 കൊറിന്ത്യൻസിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് 13 നിങ്ങൾ വിശ്വാസത്തിലാണോ എന്ന് നിങ്ങൾ ശോധന ചെയ്യുവിൻ. എന്നിട്ട് എന്താ പൗലോസ് പറയുന്നത്? നിങ്ങൾ പരീക്ഷിച്ച് നോക്കുവിൻ, നിങ്ങൾ പരീക്ഷയിൽ തോറ്റിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു, അഥവാ ഞങ്ങൾ തോറ്റാൽ നിങ്ങൾ തോക്കരുത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ സത്യത്തെ സ്നേഹിച്ച് രക്ഷ പ്രാപിക്കാൻ, അപ്പൊ രക്ഷിക്കപ്പെട്ടാൽ, രക്ഷ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? ക്വാളിറ്റി എങ്ങനെയായിരിക്കും? അതായത് ദൈവവചനത്തോട് വലിയൊരു തേഴ്സ്റ്റ് ഇല്ല, ദൈവവചനത്തോട് വലിയൊരു കമ്മിറ്റ്മെന്റ് ഇല്ല, ദൈവവചനം പഠിക്കാൻ ഒരു ആഗ്രഹം ഇല്ല, ദൈവവചന ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ ഒരു തേഴ്സ്റ്റും ഇല്ല. പാസീവ് ആണെങ്കിൽ 100% രക്ഷിക്കപ്പെട്ടിട്ടില്ല. കാരണം ഒരു ശിശു ജനിച്ചാല് പിള്ളേര് ന്യൂലി ബോൺ ചൈൽഡിനെ കണ്ടിട്ടുള്ളവരാണ് നിങ്ങൾ, എന്നെയൊക്കെ കൂടുതലായിട്ട്. അത് ഇഫ് ഇറ്റ്സ് എ ഹെൽത്തി ചൈൽഡ്, അത് ഇമ്മീഡിയറ്റ്ലി ഇറ്റ് വിൽ ക്രേവ് ഫോർ മിൽക്ക്. പശു പ്രസവിക്കുന്നത് കണ്ടിട്ടുണ്ട്. ജീവികളൊക്കെ പ്രസവിക്കുമ്പോൾ ഈ കുഞ്ഞ് എഴുന്നേറ്റ് ആദ്യം പോകുന്നതിന് പാല് കുടിക്കാനാണ്. അതാ പത്രോസ് പറഞ്ഞത്, നവജാതരായ ശിശുക്കളെ പോലെ രക്ഷയിലേക്ക് വളർന്നു വരാൻ വചനം എന്ന മായമില്ലാത്ത പാൽ. ഇംഗ്ലീഷിൽ വായിക്കുമ്പോ ഒന്ന് വായിച്ചത് രഞ്ജിത്തെ. First Peter 2:1. Therefore, laying aside all malice, all deceit, hypocrisy, envy, and all evil speaking, as newborn babes desire the pure milk of the word. അത് വേറെ ക്രേവ് എന്ന് പറഞ്ഞാൽ തേഴ്സ്റ്റ് അല്ലെങ്കിൽ സ്ട്രഗിൾ. കാരണം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പശു പ്രസവിച്ച ഏത് ജീവിയാണെങ്കിലും അതിന്റെ ജീവൻ നിലനിൽക്കുന്നത് അതിന്റെ ഭക്ഷണത്തിലാണ്. പാല് ചെയ്യുന്നില്ലെങ്കിൽ അതിന്റെ ജീവൻ അവസാനിച്ചു പോകും കുറെ സമയം കഴിയുമ്പോഴത്തേക്ക്. അപ്പൊ ഇതിങ്ങനെ ക്രേവ് ചെയ്യും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ രക്ഷിക്കപ്പെടുന്നത് ബൈബിൾ വായിച്ച് ആയിക്കൊള്ളുന്നില്ല. ഡേ ഓഫ് പെന്റിക്കോസ്റ്റില് 3000 പേര് രക്ഷിക്കപ്പെട്ടു. ഇമ്മീഡിയറ്റ്ലി അവര് നമ്മൾ കാണുന്നത് they were indulged in the study of apostolic doctrine. അവർ ദൈവത്തിന്റെ വചനം പഠിക്കാൻ അപ്പസ്തോലിക. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നോക്കുക, ഈ കോണ്ടംപററി ക്രിസ്ത്യാനിറ്റിയിൽ നമുക്ക് വചനത്തിന് ഇമ്പോർട്ടൻസ് ഇല്ല. ഇതിനെക്കുറിച്ച് ആര് പ്രവചിച്ചു? ആരാ? ആമോസ് പ്രവചിച്ചു. ആമോസ് പറഞ്ഞു ഡേയ്സ് ആർ കമ്മിങ്. ആമോസ് 8:11. ആ ഡേയ്സിലാണ് നമ്മൾ ജീവിക്കുന്നത്. വായിക്കുക ആമോസ് 8:11 വായിക്കുമ്പോ ഇതാ ആ ദിനങ്ങൾ വരുന്നു. അതായത് ഇത് നമ്മൾ അതിന്റെ ഒരു ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇത് ഫ്യൂച്ചറിനെ കുറിച്ച് വന്നിട്ടില്ല. ഈ ആമോസ് ഇത് പ്രവചിക്കുന്ന സമയത്തില്ല. ഇതാ ആ ദിനങ്ങൾ വരുന്നു. ഇപ്പൊ നമ്മൾ 1 തിമോത്തി വായിക്കുമ്പോൾ 4-ാം അധ്യായത്തിൽ എടുക്കണ്ട, പൗലോസ് പറയുവാണ് ഇൻ ദി ലാറ്റർ ടൈംസ്, അന്ത്യകാലത്ത്. 2 തിമോത്തി ചാപ്റ്റർ 4 അന്ത്യകാലത്ത്, അതായത് സത്യവചനം കേൾക്കാൻ താല്പര്യമില്ലാത്ത ഒരു വിശ്വാസ സമൂഹം ഉണ്ടാകും അന്ത്യകാലത്ത്. ഇവിടെ ഇത് ആ ദിനങ്ങൾ വരുന്നു, അപ്പോൾ ഞാൻ ദേശത്തേക്ക് ഒരു ക്ഷാമം അയക്കും. നോക്ക്, നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമുക്ക് ഇന്ന് ദൈവത്തിന്റെ വചനം കിട്ടുന്നെങ്കിൽ, അതായത് സത്യവചനം, കള്ളവചനം അന്ത്യകാലത്ത് ഉണ്ടാകുന്ന കർത്താവ് പറഞ്ഞു, സത്യമായിട്ടുള്ള സുവിശേഷം കിട്ടുന്നു എങ്കിൽ അത് ദൈവത്തിന്റെ അനുഗ്രഹമാണ്. കാരണം ഈ അന്ത്യകാലത്ത് മനുഷ്യർക്ക് താല്പര്യമേ ഇല്ല
എന്ത് വചനം കിട്ടിയാലും ഇറ്റ്സ് അക്സെപ്റ്റബിളാ. പൊള്യൂട്ടഡ് ഗോസ്പൽ നോ പ്രോബ്ലം, എല്ലാം കൂടെ കൂട്ടിക്കുഴച്ചിട്ടുള്ള ഗോസ്പൽ നോ പ്രോബ്ലം. കാരണം അന്ത്യകാലത്ത് നമ്മളത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന മീഖായിലും അവർ വഴി തെറ്റിയപ്പോ അവരെന്താ, നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത് തിങ്ക് അഗെയിൻ. അവർ പറഞ്ഞു ഇതൊന്നും പ്രസംഗിക്കരുത്, ഇവിടെ ഇതിന്റെ ഒന്നും ആവശ്യമില്ല, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പ്രസംഗിച്ചാൽ മതി. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആ ദിനങ്ങൾ വരുന്നു, അപ്പോൾ ഞാൻ ദേശത്തേക്ക് ഒരു ക്ഷാമമായിരിക്കും. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമുക്കിന്ന് ദൈവത്തിന്റെ വചനം കിട്ടുന്നു എങ്കിൽ ദൈവം നമ്മളെ ഈ ശിക്ഷയിലാക്കിയിട്ടില്ല എന്നാണ് നമ്മൾ അതിൽ നിന്ന് ദൈവത്തെ നന്ദിയോടുകൂടി നമ്മൾ അനുസ്മരിക്കേണ്ടത്. ഞാൻ ദേശത്തേക്ക് ക്ഷാമമായിരിക്കും. അപ്പത്തിനുള്ള വിശപ്പോ വെള്ളത്തിനുള്ള ദാഹമോ അല്ല, കർത്താവിന്റെ വചനങ്ങൾ ലഭിക്കായാലുള്ള ക്ഷാമം തന്നെ. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, മനുഷ്യന് അപ്പവും വീഞ്ഞും അല്ലെങ്കിൽ ഭക്ഷണം തന്നെ തിന്ന് ഐശ്വര്യമായിട്ട് ജീവിക്കാൻ പറ്റില്ല. കാരണം കർത്താവ് പറഞ്ഞു, പിശാചിനോട് പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, പ്രത്യുത ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്നു. നമുക്ക് മനുഷ്യന് ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ് ഉണ്ട്. ബോഡിക്ക് ഇത് മതി, അപ്പം മതി. പക്ഷെ ഇതിനകത്ത് ഈ സോൾ ആൻഡ് സ്പിരിറ്റിന് ദൈവത്തിന്റെ വചനം ഇല്ലായെങ്കിൽ ഇത് സ്റ്റാർവ് ചെയ്യും. അതായത് പട്ടിണി കൊണ്ട് ഞെരുങ്ങും. ഒരു സ്പിരിച്വൽ ആയിട്ട് അത് രക്ഷിക്കപ്പെട്ട ഒരു മനുഷ്യനാണെങ്കിൽ അവൻ വാടി തളർന്നു പോകും ദൈവത്തിന്റെ വചനം കിട്ടിയില്ലെങ്കിൽ. അതവിടെ പറഞ്ഞിരിക്കുന്നത്, കർത്താവിന്റെ വചനങ്ങൾ ലഭിക്കായികയാലുള്ള ക്ഷാമം തന്നെ. കർത്താവായ ദൈവമാണ് ഇത് അരുളി ചെയ്യുന്നത്. അവർ കടൽ മുതൽ കടൽ വരെയും വടക്ക് മുതൽ കിഴക്ക് വരെയും ഉഴന്നു നടക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് അവർ കർത്താവിന്റെ വചനം അന്വേഷിക്കും, എന്നാൽ അവർ അത് കണ്ടെത്തുകയില്ല. ആ ദിവസം സുന്ദരികളായ കന്യകമാരും യുവാക്കന്മാരും ദാഹം മൂലം ബോധം കെട്ടു വീഴും. ഇവിടെ ദാഹം മൂലം ബോധം കെട്ടു വീഴും എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം കിട്ടായികയല്ല. അതായത് ആലോചിച്ച് നോക്കും, ഇപ്പൊ നമുക്ക് ദൈവത്തിന്റെ വചനം കിട്ടുന്നതുകൊണ്ട് നമ്മൾ അതിന്റെ വാല്യൂ അറിയുന്നതിന് നമുക്ക് ബൈബിളുണ്ട്. അതേസമയം കർത്താവിൻ രക്ഷിക്കപ്പെട്ട ഒരു മനുഷ്യന് ദൈവത്തിന്റെ വചനം ചെന്നില്ലെങ്കിൽ സ്പിരിച്വലി ബോധം കെട്ടു വീഴും. അതാണ് എഴുതിയേക്കുന്നത്, ബോധം കെട്ടു വീഴും. ദാനെ നിന്റെ പിന്നീട് എഴുതിയിരിക്കുന്ന വേറെ കാര്യങ്ങളാ. അപ്പൊ ഇതില് ഈ ഫ്യൂച്ചറിൽ ദൈവത്തിന്റെ വചനം കിട്ടും. പക്ഷെ എങ്ങനെയുള്ള വചനമായിരിക്കും കിട്ടുന്നത്? പൊള്യൂട്ടഡ് ഗോസ്പൽ ആയിരിക്കും കിട്ടുന്നത്. അതാണ് അന്ത്യകാലത്തിന്റെ പ്രത്യേകതയായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഈ വചനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തേഴ്സ്റ്റ് നമ്മൾ ചിന്തിക്കുന്ന ലാക്കീസ് നിവാസികൾ അവര് ജഡത്തിൽ ആശ്രയിക്കാൻ ഇസ്രായേലിനെ പ്രേരിപ്പിച്ചു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ആലോചിച്ചത്, എത്രത്തോളം നമ്മൾ കർത്താവിൽ ആശ്രയിക്കുന്നോ അത്രത്തോളം നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരും ഐശ്വര്യമുള്ളവരും സമാധാനമുള്ളവരും ഭാവിയെക്കുറിച്ച് ടെൻഷൻ ഇല്ലാത്തവരും. കാരണം നമ്മുടെ ജീവിതം കർത്താവിന്റെ കയ്യിൽ സുരക്ഷിതമാണ്. അവരിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിക്കാൻ ഇടയായിട്ടില്ല. കർത്താവിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ലജ്ജിക്കാൻ ദൈവം ഇടയാക്കിയിട്ടില്ല. ഇപ്പൊ ബൈബിളിൽ എക്സാമ്പിളുകൾ എടുത്താൽ നമുക്കെല്ലാം അത്യാവശ്യം വൺ ആൻഡ് ദി അതർ ബൈബിൾ അറിയാവുന്നവരാ. ദാവീദിന് ഒരു സമയത്ത് ദാവീദിന്റെ ബന്ധക്കാര്, സ്വന്തക്കാര്, ഭാര്യ, മക്കള്, എവരിത്തിങ് വാസ് നഷ്ടപ്പെട്ടു. നമ്മൾ വായിക്കുന്ന ദാവീദ് കരഞ്ഞു, തളരുവോളം കരഞ്ഞു. അപ്പൊ ദാവീദ് തന്റെ ദൈവമായ കർത്താവിൽ നിന്ന് ശക്തി ആർജിച്ചു. നമ്മൾ കാണുന്ന എന്താ? ദാവീദ് നഷ്ടപ്പെട്ടത് എല്ലാം മടക്കി കിട്ടി. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നോക്കി, ഇത് ക്രിസ്ത്യൻ ലൈഫ് ഈസ് വെരി സിമ്പിൾ. മറിയം സഹോദരൻ മരിച്ച് 4 ദിവസമായി, ഡെഡ് ബോഡി, ഡീക്കേ ആകാൻ സമയമായി, ദുർഗന്ധം വമിക്കാൻ ചാൻസ് ഉള്ള സമയം. അപ്പോ മറിയം കർത്താവിനോട് പറഞ്ഞു, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. 2-3 തവണ പറഞ്ഞപ്പോ കർത്താവ് പറഞ്ഞു, നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. അപ്പൊ നമ്മളോട് ദൈവം പറയുന്ന ഒരു കാര്യം, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. അപ്പൊ മറിയം പറഞ്ഞ കാര്യം എന്താ? അല്ല, അതെ, അതായത് ഞാൻ അവസാനം ഉദ്ധരിക്കും. വീണ്ടും കർത്താവ് പറഞ്ഞു, ഡിഡിൻറ്റ് ഐ സേ എന്നാണ്. അതായത് ഇത് കൂടെ കർത്താവ് പറയാം, പാസ്റ്റ് ടെൻസിലെ കർത്താവ് പറഞ്ഞു. അല്ലെങ്കിൽ നമ്മൾ മലയാളം വായിക്കുമ്പോഴത്തേക്ക് ഇത്തിരിയോടെ ഇത് കർത്താവ് കൂടെ പറയുന്ന കാര്യം. അപ്പൊ നമ്മളോടും ഫ്രീക്വന്റ് ആയിട്ട് കർത്താവ് പറയുന്ന ഒരു കാര്യം, പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ദൈവത്തിൽ വിശ്വസിച്ചാൽ അതിന്റെ മഹത്വം കാണും. അപ്പോഴും അവർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. പക്ഷെ കർത്താവ് ആ മരിച്ച് 4 ദിവസമായ ആളെ ഉയർപ്പിച്ചു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ദൈവത്തിന് അതിരുകൾ വെക്കരുത്. അതായത് നമ്മുടെ ആ ജഡത്തിലുള്ള ആശ്രയം കൊണ്ട്, നമ്മുടെ വിശ്വാസം ഇല്ലായ്മ കൊണ്ട് നമ്മുടെ ജീവിതത്തിന് ദൈവം വിഭാവനം ചെയ്യുന്ന ഐശ്വര്യങ്ങൾ നഷ്ടപ്പെടുത്തരുത്. നമ്മൾ സാം 78:41 ഇംഗ്ലീഷ് വായിക്കുമ്പോ, ഇതെല്ലാം നമ്മൾ ചിന്തിക്കുന്ന ഒറ്റ കാര്യത്തിനാണ്. അതായത് നമ്മൾ സമ്പൂർണമായിട്ട് എല്ലാ ആവശ്യത്തിനും കണ്ണും അടച്ച് കർത്താവിൽ ആശ്രയിക്കുക. ജഡത്തിൽ ആശ്രയിക്കുകയും ചെയ്യരുത്. ജഡത്തിൽ ആശ്രയിച്ചാൽ നമുക്ക് തന്നെ നാശം. അപ്പൊ നമ്മള്
എനിക്കൊരു കഴിവില്ലാന്ന് ജെന്യുവിൻ ആയിട്ട് ഹൃദയത്തിൽ നിന്ന് നമുക്കൊന്ന് വിശ്വസിക്കാൻ പറ്റിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഒന്ന് വായിക്കോ. Yes, again and again they tempted God and limited the Holy One of Israel. അതെ, നോക്ക്, അവര് ദൈവത്തെ ലിമിറ്റ് ചെയ്തു. ദേ ടെംപ്റ്റഡ് ഗോഡ്. അവര് പറഞ്ഞു ഈ ദൈവത്തിന് മോശ പറയുന്നില്ല ഇവർക്കെല്ലാം മാംസം കൊടുക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു ദൈവം കൊടുക്കും എന്ന് പറഞ്ഞ മോശ തന്നെ എന്താ പറയുന്നത്? ഈ മനുഷ്യനെല്ലാം മാംസം കൊടുക്കാൻ അല്ലെങ്കിൽ മീൻ കൊടുക്കാൻ എന്താ കടലിലെ മീനെല്ലാം പിടിച്ചോണ്ട് വരുന്നത്. അപ്പൊ ദൈവം ചോദിക്കുന്നുണ്ട്, യഹോവയുടെ കരം കുറുകിയിട്ടില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തെ ലിമിറ്റ് ചെയ്യരുത്. ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു സംഭവം ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു പ്രാർത്ഥനാ സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ പ്രാർത്ഥനയ്ക്ക് വരുന്ന ഒരാളുടെ സിസ്റ്റർ സഹോദരി ഇങ്ങനെ ഡെലിവറി എടുത്തിരിക്കുമായിരുന്നു. ഡെലിവറി എടുത്തിരുന്നപ്പോൾ അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിസേറിയൻ ചെയ്യണം. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചു. അപ്പോൾ പ്രാർത്ഥിച്ചത് ഇങ്ങനെയൊക്കെയാണ്, അത് കർത്താവ് ആ ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടർമാരുടെ കാര്യങ്ങളെ ശക്തിപ്പെടുത്തണമേ, അത് ശക്തിപ്പെടുത്തണമേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ഫോൺ വന്നു, നോർമൽ ഡെലിവറി ആയി. നമുക്ക് അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ പലപ്പോഴും ദൈവത്തെ ലിമിറ്റ് ചെയ്യുക. ഈ മാർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തില് നമ്മളിങ്ങനെ ഈ കർത്താവിന്റെ കാര്യവും കർത്താവ് ചെയ്ത കാര്യവും എല്ലാം അറിയാമെങ്കിലും നമ്മുടെ ഒരു ജീവിത സാഹചര്യം വരുമ്പോൾ ഈ ദൈവത്താൽ ഈ മതിൽ ഞാൻ ചാടിക്കടക്കും എന്ന് പറഞ്ഞ് കർത്താവിൽ സമ്പൂർണ്ണ ആശ്രയത്തോടുകൂടി കണ്ണും കെട്ടിയിരിക്കുന്നവരാണോ നമ്മള്? അതെയോ? ശരി, അതുകൊണ്ട് മനുഷ്യൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടെന്നല്ല, നമ്മൾ അസ്വസ്ഥരാകുന്നവരാണോ? അതാ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, വിശ്വാസത്തിന്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. വായിക്കോ, ഭാഗം ഒന്ന് വായിക്കോ. അതിന്റെ ലാസ്റ്റ് പാട്ട് വായിച്ചാൽ മതി. മുഴുവൻ വായിക്കും, നമുക്ക് അറിയാവുന്ന സ്ഥലമല്ലേ. മാർക്കോസിന്റെ സുവിശേഷം 6-ന്റെ ലാസ്റ്റ് പാട്ടല്ല പറഞ്ഞിരിക്കുന്ന സംഭവം അല്ലെന്ന്. അതിന്റെ 5 തുടങ്ങി വായിക്കുമ്പോ അവന് അവിടെ ചില രോഗികളുടെ മേൽ കൈവച്ച് അവരെ സുഖപ്പെടുത്താനല്ലാതെ മറ്റത്ഭുതം ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവരുടെ വിശ്വാസം ഇല്ലായ്മയിൽ അവൻ വിസ്മയിച്ചു. കാരണം ഇതെല്ലാം ഈ കർത്താവിനെ കുറിച്ച് അറിയാം. കർത്താവ് ഫേമസ്. നമ്മൾ വായിക്കുന്ന കർത്താവിന്റെ മിനിസ്ട്രിയുടെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ വായിക്കുന്നത് എല്ലായിടത്തും പ്രശസ്തമായി. സിറിയയിലെങ്ങും അവന്റെ പ്രശസ്തി വ്യാപരിച്ചിരുന്നു. സിറിയ ഇസ് എ നെയ്ബറിംഗ് കൺട്രി, ഇസ്രായേൽ അല്ല. സിറിയയിലെങ്ങും അവന്റെ പ്രശസ്തി വ്യാപിച്ചു. പക്ഷെ ഈ സ്വന്തം ദേശത്ത് വന്നപ്പോ അവർക്ക് വിശ്വാസമില്ല. ഏതാനും രോഗികളുടെ മേലെ ഒരു ചെറിയ സൗഖ്യം കൊടുക്കാനല്ലാതെ. അപ്പൊ കർത്താവ് അവരുടെ വിശ്വാസം ഇല്ലായ്മയിൽ വിസ്മയിച്ചു. ദെൻ ലൂക്ക് ചാപ്റ്റർ 7 എടുക്കുമ്പോ അത് നമുക്ക് മുഴുവൻ വായിക്കണ്ട. ശതാധിപന്റെ വൃത്തിനെ സുഖപ്പെടുത്തുന്നതുമായിട്ടുള്ള ബന്ധത്തിൽ അതിന്റെ 7 തുടങ്ങി വായിക്കുമ്പോൾ 6 തുടങ്ങി. യേശു അവരോടൊപ്പം പോയി. അവൻ വീടിനടുത്തെത്തിയപ്പോൾ അടുത്തപ്പോൾ ശതാധിപൻ സ്നേഹിതരെ അയച്ചു പറഞ്ഞു. ഒന്ന് വായിക്കുമ്പോ, കർത്താവെ, ബുദ്ധിമുട്ടേണ്ട, കാരണം എന്റെ ഭവനത്തിൽ നിന്നെ സ്വീകരിക്കാൻ എനിക്ക് യോഗ്യതയില്ല. അതുകൊണ്ടാണ് നിന്റെ അടുക്കൽ വരാൻ ഞാൻ ഒരുപെടാതിരുന്നത്. നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, എന്റെ ഭൃത്യൻ സുഖം പ്രാപിക്കും. ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ട ഒരു മനുഷ്യനാണ്. എന്റെ കീഴിലും ഭടന്മാരുണ്ട്. ഞാൻ അവരിൽ ഒരാളോട് പോകൂ എന്ന് പറഞ്ഞാൽ അയാൾ പോകും, മറ്റൊരാളോട് വരൂ എന്ന് പറഞ്ഞാൽ അയാൾ വരും. എന്റെ അടിമയോട് ഇത് ചെയ്യൂ എന്ന് പറഞ്ഞാൽ അയാൾ അത് ചെയ്യും. ഇത് കേട്ടപ്പോൾ യേശു അയാളെ കുറിച്ച് വിസ്മയിച്ചു. അവൻ തിരിഞ്ഞ് തന്നെ പിന്തുടർന്നിരുന്ന ജനക്കൂട്ടത്തോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറയുന്നു, ഇസ്രായേലിൽ പോലും ഇത്തരം വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. അതെ, അയക്കപ്പെട്ടവർ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ആ അടിമ സുഖം പ്രാപിച്ചിരിക്കുന്നതായിട്ടുണ്ട്. അതായത് നമുക്ക് ഈ ശതാധിപന്റെ വിശ്വാസം കണ്ടപ്പോൾ കർത്താവ് ഒന്ന് ആലോചിച്ചു, ഇത് നമുക്കൊക്കെ പോസിബിളാണ്. അല്ലാതെ ഇതൊരു ശതാധിപന്റെ കാര്യവും അല്ലെങ്കിൽ ആ കർത്താവിന്റെ നാട്ടുകാരുടെ കാര്യമല്ല. നമുക്ക് നമ്മുടെ ജീവിതത്തില് ഹൃദയങ്ങളെ അറിയുന്ന ഒരു ദൈവം. വിശ്വാസത്തെ തോൽപ്പിക്കാൻ ആരെയും കൊണ്ടും പറ്റത്തില്ല. വിശ്വസിക്കുന്നവർക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല. ഇവിടെ ഈ ശതാധിപന്റെ പ്രത്യേകം നമ്മൾ വിശ്വാസം ഒന്ന് ചിന്തിച്ച് നോക്കണം. കാരണം ശതാധിപൻ എന്ന് പറഞ്ഞാൽ എത്ര പേരുടെ ഹെഡാ? 100 പേരുടെ. ഞാൻ ആരോട് പറഞ്ഞാലും, കാരണം ഇന്നത്തേക്കാൾ സ്ട്രിക്റ്റ് ആയിരിക്കും അന്നത്തെ മിലിറ്ററി. വരാൻ പറഞ്ഞാൽ വന്നു, പോകാൻ പറഞ്ഞാൽ നോ ക്വസ്റ്റ്യനിങ്, അനുസരിച്ചേ പറ്റൂ. അപ്പൊ ഈ സ്വന്തം അനുഭവത്തിൽ എന്ന് പറഞ്ഞാൽ ഒരാളോട് വരാൻ പറഞ്ഞാൽ വരും, പോകാൻ പറഞ്ഞാൽ പോകും, അടിമയോട് വരാൻ പറഞ്ഞാൽ പോകും. അപ്പോ ഇവിടെ അങ്ങനെയുള്ള ഒരു കാര്യമല്ല ഈ ആളിൽ നിന്ന് ഈ ശതാധിപൻ എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം രോഗശാന്തിയാണ് വേണ്ടത്. ദാറ്റ് മീൻസ്
ഇതിന്റെ എല്ലാം മേൽ നിയന്ത്രണമുള്ള, ലോകത്തിന്റെ മേൽ നിയന്ത്രണമുള്ള, യൂണിവേഴ്സിന്റെ മേൽ നിയന്ത്രണമുള്ള ഒരുവന് മാത്രമേ നീ സുഖാകാൻ പറഞ്ഞാൽ സുഖാക്കാൻ പറ്റുള്ളൂ. ഒരു മനുഷ്യനും ഒരു പ്രവാചകനും ഒന്നും പറ്റത്തില്ല. കർത്താവിനെ മനസ്സിലാക്കി ഗ്രഹിച്ചു. അത് തന്നെയല്ല, ഇതിന്റെ മേലെല്ലാം കർത്താവ് പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് ഇല്ല എന്നുള്ള ആ കോൺസ്റ്റന്റ് ആൻഡ് സ്റ്റഡി ഫെയ്ത്ത്, അത് കണ്ടപ്പോൾ കർത്താവ് അത്ഭുതപ്പെട്ടു. അപ്പൊ നമ്മുടെ ജീവിതം കാണുന്നത് എങ്ങനെയാണ്? കാരണം നമ്മളെല്ലാം നമുക്ക് ഇപ്പൊ ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടില്ലാത്ത ഒരാളാണെങ്കിൽ വേറൊരു ബുദ്ധിമുട്ട് കാണും, അല്ലെ വേറൊരു ബുദ്ധിമുട്ടില്ലാത്ത നമുക്ക് പത്രോസിൽ ഫസ്റ്റ് പീറ്ററിൽ ഒരു കാര്യം പത്രോസ് പറഞ്ഞത് എന്താ ഓർക്കണം? അറിയേണ്ട ഒരു കാര്യമാണ്. നമ്മൾ വിചാരിക്കും പൈസ ഇല്ലാത്തവന്ന് വിചാരിക്കും എടാ പൈസ ഉണ്ടെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടായിരുന്നു വിചാരിക്കും. രോഗമുള്ള ആൾ വിചാരിക്കും രോഗത്തിൽ നിന്ന് സൗഖ്യം കിട്ടിയാണെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടായിരുന്നു വിചാരിക്കും. ബട്ട് ദർ ഈസ് എ ജഡ്ജ്, റൈറ്റിയസ് ജഡ്ജ്. അത് പത്രോസ് എന്താ പറയുന്നത്? ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാ. ഈ മീഖായില് പ്രവാചകൻ ചോദിക്കുന്ന പോലെ ഇസ്രായേലിലെ നേതാക്കന്മാരെ നിങ്ങൾ നീതി അറിയേണ്ടതല്ലേ എന്ന് പറഞ്ഞാൽ ഈ പത്രോസ് എന്താ ഇതിനെ കുറിച്ച് പറഞ്ഞേക്കുന്നത്? ഞാൻ വിധിയുടെ കാര്യമൊന്നുമല്ല. എന്താ പറഞ്ഞ എന്താ ജോലെ? അതെ, നമ്മൾ എത്രയോ ഭാഗ്യവാന്മാരാ. പത്രോസ് മരിച്ചുപോയി, മോർ ദാൻ 2000 years. പക്ഷെ പത്രോസിന് നമ്മളോട് പറയാനുള്ളത്, സംസാരിക്കാനുള്ള കാര്യം നമുക്ക് കേൾക്കാൻ അറിയാൻ പറ്റുന്നു പറയുന്നത് സംതിങ് ഗ്രേറ്റ്. നമ്മൾ അതിന്റെ ആ ദൈവത്തിന്റെ വചനത്തിന്റെ ഗ്രേറ്റ്നെസ് മനസ്സിലാക്കാത്തതുകൊണ്ട് ഫസ്റ്റ് പീറ്റർ 5 അതിന്റെ 9ാം സെന്റൻസ് വായിക്കുമ്പോൾ ബഹു വായിക്കും. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അതിനെ ചെറുക്കുക. ലോകമെമ്പാടുമുള്ള സഹോദര സമൂഹങ്ങൾക്ക് ഇതേ സമൂഹങ്ങൾക്കും ഇതേ ദുരിതാനുഭവങ്ങൾ നേരിടേണ്ടി വരുമെന്ന് അറിഞ്ഞുകൊള്ളുക. അതെ, അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഇവിടെ ഈ പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റില് അവിടെ ടോർച്ചർ ബൈ നീറോയുടെ പീഡനങ്ങള്, യഹൂദരിൽ നിന്നുള്ള പീഡനങ്ങൾ, കഷ്ടങ്ങൾ, ദുഃഖങ്ങള്. അതിന്റെ 12ാം സെന്റൻസ് ഫോർവേഡ് 12 നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്: പ്രിയപ്പെട്ടവർ, നിങ്ങളെ പരീക്ഷിക്കാൻ നിങ്ങളുടെ മേൽ വന്ന് നിപതിക്കുന്ന അഗ്നി പരീക്ഷകളെ കുറിച്ച് അസാധാരണമായത് എന്തോ സംഭവിക്കുന്നു എന്ന മട്ടിൽ നിങ്ങൾ പരിഭ്രാന്തരാകരുത്. ക്രിസ്തുവിന്റെ സഹനത്തിൽ പങ്കുചേരാൻ ഇടയാകുന്നതിൽ നിങ്ങൾ ആനന്ദിക്കുക. ഇങ്ങനെ നമ്മളിങ്ങനെ കഷ്ടം വരുമ്പോൾ ആനന്ദിക്കുന്നവരാണ്. ബേസിക് ക്രിസ്ത്യൻ റിക്വയർമെന്റാ. ഇതിനൊന്നും നമുക്ക് പറ്റുന്നില്ലെങ്കിൽ എന്താ കാരണം? എന്താ? കർത്താവിനെ സ്നേഹിക്കുന്നില്ലെന്നുള്ളൂ. നമുക്ക് വേണ്ടത് സുഖം. കർത്താവിന്റെ അടുത്തേക്ക് പോകുന്നത് എന്താ? ഇപ്പോഴും കഷ്ടം മാറി, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, ഈ ഇപ്പൊ എന്തൊക്കെ കഷ്ടമുണ്ടോ അതെല്ലാം മാറി ഇച്ചിരിയോടെ ഒരു ബെറ്റർ ലൈഫിന് വേണ്ടിയ കർത്താവിന്റെ അടുത്തേക്ക് പോയി. അൺഫോർച്ചുനേറ്റ്ലി വി ആർ ലാൻഡഡ് ഇൻ എ റോങ് പ്ലേസ്. അനേകം കഷ്ടങ്ങളിലൂടെ സ്വർഗരാജ്യത്തിൽ ഇവിടെ പറഞ്ഞേക്കുന്നത്, അതായത് നിങ്ങൾ സഹനത്തിൽ പങ്കുചേരാൻ ഇടയാകുന്നതിൽ നിങ്ങൾ ആനന്ദിക്കുക, കാരണം അവന്റെ മഹിമ വെളിവാക്കുമ്പോൾ നിങ്ങൾക്ക് ആഹ്ലാദിച്ച് ഉല്ലസിക്കാം. ആലോചിച്ച് നോക്ക്, നമ്മള് ആക്സ് 5 വായിക്കുന്നുണ്ട്, എന്നും ഹൃദയസ്പർശിയ അവരെ ഏറെ പ്രഹരിച്ച ശേഷം വിട്ടയച്ചു. നമ്മൾ വായിക്കുന്നത് എന്താ? അപമാനം ഏറ്റവും സന്തോഷിച്ചെന്നാണോ? അവസരമല്ല. അതെ, കറക്റ്റ്. നമ്മൾ ഷെറിന് മലയാളം അറിയില്ലെങ്കിൽ ഷെറിനാണല്ലോ മലയാളം കറക്റ്റ് ആയിട്ട്. അപ്പോ തിരുനാമത്തെ കുറിച്ച് അപമാനം ഏൽക്കാൻ അർഹരായി എണ്ണപ്പെട്ടതോർത്ത് അവർ സന്തോഷിച്ചുകൊണ്ട് സ്വഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോയി. നമ്മുടെ ജീവിതം എടുക്കും. അതിന്റെ 41 5:41 ആക്സ് 5:41 സത്യവേദോസ്താണ് മോർ ബ്യൂട്ടിഫുൾ. വായിക്കുമ്പോൾ യേശുവിന്റെ നാമത്തെ ചൊല്ലി അപമാനം സഹിക്കാൻ അർഹരായതിൽ ആഹ്ലാദിച്ചുകൊണ്ട് അവർ സംഘത്തിന്റെ മുമ്പിൽ നിന്ന് സ്ഥലം വിട്ടു. അതെ, അപ്പൊ ഇവിടെ പത്രോസ് എഴുതി തിരുനാമത്തെ ചൊല്ലി ഫസ്റ്റ് പീറ്റർ 4 ഇതേ ദുരിതാനുഭവം അല്ല, ഈ അഗ്നി പരീക്ഷകൾ അല്ലെങ്കിൽ കഷ്ടങ്ങൾ വരുമ്പോ, ഈ അഗ്നി പരീക്ഷകൾ വരുമ്പോ ഫോർവേഡ് 12 നമ്മൾ വായിച്ചേ, ഈ അഗ്നി പരീക്ഷകളെ കുറിച്ച് ഭയപ്പെടരുതെന്നാണ്. അസാധാരണമായത് എന്തോ സംഭവിച്ചു എന്നുള്ള രീതിയിൽ ഇത് സാധാരണ. കാരണം ക്രിസ്ത്യൻ ലൈഫില് നോക്ക്, നമ്മള് ഓരോ കഷ്ടം, അത് എങ്ങനെയുള്ള കഷ്ടമാകട്ടെ, ഓരോ കഷ്ടം, അതിപ്പോ നമ്മുടെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടുണ്ടായ കഷ്ടമാണെങ്കിലും ബാലശിക്ഷയാണെങ്കിലും എന്ത് ശിക്ഷയാണെങ്കിലും കഷ്ടങ്ങളെല്ലാം എന്തോ ഉണ്ടാക്കുന്നത്?
നമ്മൾ ബെറ്റർമെന്റിലേക്ക് സ്പിരിച്വലി നമ്മൾ എഡിഫൈ ചെയ്തുകൊണ്ടിരിക്കുക. അതവിടെ പറഞ്ഞേക്കുന്നത്, നിങ്ങൾ പരിഭ്രാന്തരാകരുത്, ക്രിസ്തുവിന്റെ സഹനത്തിൽ പങ്കുചേരാൻ ഇടയാകുന്നതിൽ നിങ്ങൾ ആനന്ദിക്കുക, അവന്റെ മഹിമ വെളിവാകുമ്പോൾ നിങ്ങൾക്ക്. അതായത് നമ്മുടെ ജീവിതത്തിൽ എന്ത് അനുവദിച്ചാലും അത് വാട്ട് എവർ ഇറ്റ് ഈസ്, നമുക്കൊരു കഷ്ടം ദുഃഖം വരുമ്പോൾ കർത്താവിനെ പ്രതി സന്തോഷത്തോടെ അതിനെ നേരിട്ടാൽ തീർച്ചയായിട്ടും ക്രിസ്തുവിന്റെ ദിനത്തിൽ ഒരു ബെറ്റർ മഹിമ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. അതായത് വരാനിരിക്കുന്ന മഹത്വമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ വർത്തമാനകാലത്തെ ദുരിതങ്ങൾ അതാരെഴുതി, ആരാ ജോലി? പൗലോസ് ലേഖനം വായിച്ചേ. 2 Corinthians 4 രണ്ടിലുണ്ട് കേട്ടോ, റോമൻസിലുണ്ട്. അതിന്റെ 17 വായിക്കുമ്പോൾ 4 വേഴ്സ് ഞാൻ വായിക്കാം. കാരണം നിസ്സാരവും ക്ഷണികവുമായ ഈ ഞെരുക്കങ്ങൾ ഞങ്ങൾക്ക് അതുല്യമായ നിത്യമഹത്വം ഒരുക്കുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അറിയേണ്ട ഒരു കാര്യം, നമുക്ക് കർത്താവിനെ പ്രതി ഒരു ഞെരുക്കം ഉണ്ടാകുന്ന ഭാഗ്യ. പക്ഷെ നമ്മുടെയൊക്കെ ഹൃദയം, നമുക്ക് ആരെയും കുറ്റപ്പെടുത്താനല്ല, ഞാനും തികഞ്ഞിട്ട് പറയുന്നല്ല, പക്ഷെ നമ്മുടെ ലൈഫ് ഡിവോട്ടഡാ, സാങ്ക്ടിഫൈഡാ, വേർതിരിക്കപ്പെട്ടതാ. നമ്മൾ ആ ഒരു പെസഹ കുഞ്ഞാടിന്റെ ജീവിതം വായിക്കുന്ന പോലെ തന്നെ നമ്മൾ മാറ്റി കെട്ടിയേക്കുന്നതാ. നമ്മൾ ഈ 10th-നും 14th-നും ഇടയിലുള്ള ആടിന്റെ ലൈഫാണ് നമ്മുടെ ലൈഫ്. ഇറ്റ് ഈസ് ഫോർ എ പെക്യൂലിയർ പർപ്പസ്. അപ്പൊ ഇതില് ഈ നിത്യമഹത്വം, അതായത് നമ്മുടെ കഷ്ടത കർത്താവിനെ പ്രതി നമ്മളൊക്കെ ചെറിയ രീതിയിലൊക്കെ നമ്മൾ അടിയും ഇടിയും ഇതൊന്നും വാങ്ങിച്ചിട്ടില്ലെങ്കിലും നമ്മുടെ ജഡത്തെ നമ്മൾ പലപ്പോഴും ക്രൂശിക്കാറുണ്ട്. പല ഏരിയയിൽ നമ്മളെ റീസ്ട്രെയിൻ ചെയ്യാറുണ്ട്, ഇല്ലേ? ജഡത്തെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ആഗ്രഹപ്രകാരം ജഡത്തെ കയറൂരി വിടാത്തതിന്റെ ഒരു റീസൺ നമുക്ക് കർത്താവിനോടുള്ള ഭക്തിയാണ്. നമ്മൾ മോശയെ കുറിച്ച് വായിക്കുന്ന അങ്ങനെയല്ലേ? അതായത് മോശ, അതെ, ഈജിപ്തിലെ നിധികളെ എന്തുകൊണ്ടാണ് ത്യജിക്കാൻ കാരണം? എന്താ? അല്ല, സെയിം വേർഡ്, ഈ ഒരു വേർഡ് അറിയില്ല എന്ന് പറഞ്ഞാൽ കഷ്ടമായിട്ട്. എന്താന്ന് പറഞ്ഞു? ഈ ഇവിടെ നിന്ന് പറഞ്ഞു, അല്ല ഈ സൈഡിൽ നിന്നുള്ളത് പറഞ്ഞു. അതായത് ഈജിപ്തിലെ നിധികളെ തള്ളിക്കളഞ്ഞു. കാരണം എന്തായിരുന്നു? പക്ഷെ ഇവിടെ നിന്ന് പറയട്ടെ. കാരണം ദൈവത്തിന്റെ വചനം പഠിക്കാൻ പൊതുവെ മനുഷ്യന്റെ ജഡത്തിന് താല്പര്യമില്ലാത്തൊരു ടോപ്പിക്കാണ്. കാരണം എന്താ? ഈ പിള്ളേര് സെറ്റ്, കാരണം ഈജിപ്തിലെ നിധികളെ തള്ളിക്കളഞ്ഞു. കാരണം എന്താ? ഒന്നുമല്ല. അവിടെ നമുക്ക് എന്താ പറയുന്ന, ബൈബിളില് ഇച്ചിരി ഒരു മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമുണ്ട്. കാരണം മോശ ജീവിച്ച സമയത്ത് ക്രിസ്തു എന്നുള്ള വേർഡ്, അല്ലെങ്കിൽ ക്രിസ്തു ഇല്ല. ക്രിസ്തുവിനെ ഹീബ്രൂസ് 11 നമ്മൾ സഹിക്കുന്ന നിന്ന ഈജിപ്തിലെ നിധികളെക്കാൾ വിലപിടിപ്പുള്ളതാണെന്ന് അയാൾ കരുതി. അത് നോക്ക്. അതായത് ഈ നമ്മൾ കൊടുക്കുന്ന വില അനുസരിച്ച് നമ്മൾ ചിന്തിച്ചില്ലേ? കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് ആ കല്ലിന്റെ പ്രത്യേകത എന്തായിരുന്നു? പ്രഷ്യസ് സ്റ്റോൺ ആയിരുന്നു. അപ്പൊ ഇതില് ഈ സ്റ്റോണിന് വില ഒന്ന്, ഈജിപ്തിലെ സാധനങ്ങൾ രണ്ടും കൂടെ കമ്പയർ ചെയ്തേക്കുക. നമ്മൾ അങ്ങനെയല്ലേ? എപ്പോഴും നമ്മൾ മനുഷ്യൻ ബേസിക്കലി ലാഭ കച്ചവടം ചെയ്യുന്നവരാ. നമ്മൾ ഒന്ന് കർത്താവ്, ഒന്ന് ലോകത്തിന്റെ എല്ലാ കംഫർട്ട്സും എല്ലാ പ്ലഷേഴ്സും എല്ലാം ഒരു വശത്തിരിക്കുന്നു, ഒരു വശത്ത് കർത്താവ് ഇരിക്കുന്നു. കർത്താവിന്റെ അടുത്തോട്ട് വന്ന എന്താ? കഷ്ടങ്ങളാണ്, നിന്നയാണ്, കഷ്ടം, ദുഃഖം, ദുരിതം. പക്ഷെ മോശ തീരുമാനിച്ചു, ഈ ഈജിപ്തിലെ ഈ നിധികൾക്ക് ഈ കർത്താവിന് വേണ്ടിയിട്ട് ഏൽക്കുന്ന കഷ്ടങ്ങളുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ വിത്ത് ലോഡ്, നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ്. നോക്ക്, കർത്താവ് ഇല്ലാത്തൊരു ജീവിതത്തിൽ എന്തുണ്ടായിട്ട് എന്താ കാര്യമുള്ളൂ എന്ന് ആലോചിച്ചു. ആഫ്റ്റർ 100 years നത്തിങ്. അല്ല, ഇപ്പൊ തന്നെ എന്താ ഉള്ളത്? എന്താ സർട്ടനിറ്റി ഉള്ള മനുഷ്യന്റെ ജീവിതത്തിൽ? നാളെ ജീവിച്ചിരിക്കുന്ന എന്താ ഉറപ്പുള്ള മനുഷ്യന്റെ കാര്യത്തിൽ? കർത്താവ് പറഞ്ഞു, ആ ശീലോയിൽ ഗോപുരം ഇടിഞ്ഞു വീണ് 18 പേര് മരിച്ചു. കർത്താവ് പറഞ്ഞു, അതിനകത്ത് സ്ട്രേഞ്ച് ആയിട്ടൊന്നുമില്ല. നോ, മനുഷ്യൻ ജനിച്ചാൽ മരിച്ചേ പറ്റൂ. മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ഇത് തന്നെ ഗതി. അതുകൊണ്ട് കർത്താവ് പറഞ്ഞതിന്റെ രത്നച്ചുരുക്കം എന്താ? ഇമ്മീഡിയറ്റ്ലി മാനസാന്തരപ്പെട്ട് ഗോപുരം എന്നാ ഇടിഞ്ഞു വീഴുന്നതെന്ന് അറിയത്തില്ല, ഹെറോദോസ് എന്നാ കുത്തി കൊല്ലുന്നതെന്ന് അറിയത്തില്ല. ഡെത്ത് മേ കം അറ്റ് എനി ടൈം, ബി പ്രിപ്പയർഡ് ടു ഫേസ് ഡെത്ത് എന്നാ കർത്താവ് പറഞ്ഞു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഡെത്ത് മേ കം അറ്റ് എനി ടൈം. അത് ഹാർട്ട് അറ്റാക്കോ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, എങ്ങനെയും മരിച്ചേ പറ്റൂ. വാട്ട് എവർ മേ ബി ദി മീൻസ്. അത് 90 വയസ്സായിട്ട് മരിച്ചാലും ഇപ്പൊ 180 വയസ്സുള്ള ആരെങ്കിലും ഇപ്പൊ ജീവിച്ചിരിക്കുന്നുണ്ടോ?
ദാറ്റ് മീൻസ് ഈ ഭൂമി കറങ്ങും, ഇത് എറ്റേണലി സൃഷ്ടിക്കപ്പെട്ടേക്കുന്ന. ഇത് പുതിയ ആകാശം, പുതിയ ആകാശമായാലും പുതിയ ഭൂമിയായാലും ഭൂമി കറങ്ങുക തന്നെ 150 വർഷം കഴിയുമ്പോൾ ഇവൻ കറങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കും. ബട്ട് നമ്മളുണ്ടാവുമോ? ഇല്ല. അപ്പൊ നമുക്ക് ഈ കർത്താവ് പറഞ്ഞ അതാ, ഡെത്ത് മേ കം അറ്റ് എനി ടൈം. ചിലപ്പോൾ ഗോപുരം ഇടിഞ്ഞ് വീണായിരിക്കും, ചിലപ്പോൾ ഹെറോദേസ് കൊല്ലുന്നതായിരിക്കും, അല്ലെങ്കിൽ വയസ്സായിട്ടായിരിക്കും. വാട്ട് എവർ ഇറ്റ് ഈസ്, റിപ്പന്റ് ചെയ്ത് കർത്താവിനെ ഫേസ് ചെയ്യാൻ ഒരുങ്ങിയിരുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതം ഫൂളിഷ് ലൈഫാണ്. അപ്പൊ ഇവിടെ മോശയെ കുറിച്ച് എഴുതിയേക്കുന്നത് 11:25 പാപത്തിന്റെ ക്ഷണിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ ദൈവജനം സഹിക്കുന്ന മർദ്ദനത്തിൽ പങ്കാളിയാകാൻ അയാൾ ആഗ്രഹിച്ചു. ക്രിസ്തുവിനെ ചൊല്ലി സഹിക്കുന്ന നിന്ന ഈജിപ്തിലെ നിധികളെക്കാൾ വിലപിടിപ്പുള്ളതാണ് എന്ന് അയാൾ കരുതി, കാരണം പ്രതിഫലത്തിൽ അയാൾ കണ്ണു നട്ടിരുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇതൊരു കമ്പാരിറ്റീവ് ടൈമാണ്. ആലോചിക്കുക, കർത്താവിനോട് കൂടെ ഇരുന്നിട്ട് എന്ത് കഷ്ടവും ദുഃഖമാണ് ആണെങ്കിലും അത് കർത്താവില്ലാത്തൊരു ജീവിതത്തിന്റെ പ്ലഷേഴ്സായിട്ട് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അതിവിടെ ഇരിക്കുന്ന ആർക്കും പറ്റില്ല എന്ന് ഐ എം വെരി കോൺഫിഡൻറ്റ്. അറ്റ് സെയിം ടൈം കർത്താവില്ലാതെ ഒരു ജീവിതത്തിൽ എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മൾ കർത്താവിനെ ഇട്ടിട്ട് പോവും. നെവർ. ഇപ്പൊ നല്ല ഇപ്പൊ ഒരു ലോകത്തിലെ എക്സാമ്പിൾ എടുത്താൽ ഭയങ്കര ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ഒരു കുടുംബം എന്നിരിക്കട്ടെ, ഒന്നുമില്ല. അപ്പൊ ഒരു കൊച്ചു കുഞ്ഞുണ്ട്. ഒരു കൊച്ചു കുഞ്ഞിനെ അല്ലെങ്കിൽ മക്കളില്ലാത്ത ഒരാൾ വന്ന് പറയാന്നിരിക്കട്ടെ, ഞാനൊരു 10 കോടി രൂപ തരാം, ഈ കൊച്ചിനെ ഞാൻ തന്നേക്കാമെന്ന് പറഞ്ഞാൽ അതിന്റെ മാതാപിതാക്കൾ കൊടുക്കുമോ? ഒരിക്കലും കൊടുക്കത്തില്ല. കൊടുക്കുന്നവർ കാണും, അല്ലെ ഞാൻ പറഞ്ഞു നോർമലി കൊടുക്കില്ല. സെയിം അതുപോലെ ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഈ ഈജിപ്തിൽ എന്തൊക്കെ കിട്ടുമെന്ന് പറഞ്ഞാലും കർത്താവിനോ, നമ്മളെ സംബന്ധിച്ച് ഈ കർത്താവും വേണം, ആ ഈജിപ്തിലെ എല്ലാ നിധികളും വേണം. കർത്താവിന് വിട്ടിട്ട് നമ്മൾ ഈജിപ്തിലെ നിധിക്ക് പോകില്ല, ഐ എം വെരി ഷുവർ. അറ്റ് ദി സെയിം ടൈം മോശ എടുത്ത തീരുമാനം പോലെ, കാരണം ഇത് രണ്ടും കൂടെ കിട്ടില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് നോളജ് ഇല്ല. അതിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? അതിപ്പോ എത്ര പറഞ്ഞാലും മനുഷ്യന് കർത്താവുമായിട്ടുള്ള ബന്ധത്തിനനുസരിച്ച് മാത്രമേ ഇത് തലയിൽ കയറത്തുള്ളൂ, അല്ലാതെ കയറാത്ത ടോപ്പിക് അത്. അതായത് കർത്താവിനെ ലോകത്തേക്ക് ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല, ഇംപോസിബിളാ. കർത്താവിനെ സ്നേഹിച്ചാൽ ലോകത്തോട് ഗുഡ് ബൈ പറഞ്ഞേ പറ്റൂ, ലോകത്തെ സ്നേഹിച്ചാൽ ഓട്ടോമാറ്റിക്കലി കർത്താവിനോട് ഗുഡ് ബൈ ആവും. ലൈറ്റ് കെടുത്തിയാൽ ഇരുട്ടിനെ ആരും വിളിച്ചോണ്ട് വരേണ്ട ആവശ്യമില്ല, ഉണ്ടോ? ഓട്ടോമാറ്റിക്കലി ഇരുട്ടാണ്. വെളിച്ചം ഇല്ലാത്തടത്ത് ഇരുട്ടുണ്ട്. സെയിം വേ കർത്താവ് ഇല്ലാത്തടത്ത് ഇരുട്ടുണ്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിച്ചത് ടോട്ടലി ചിന്തിച്ച ഒറ്റ കാര്യം തന്നെയാണ്. അതായത് നമ്മുടെ കഴിവിലോ നമ്മുടെ ശക്തിയിലോ ആശ്രയിക്കാതെ കർത്താവിൽ മാത്രമായിട്ട് ആശ്രയിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ പോലും ഡിഫീറ്റഡ് ആയ ഒരു ഹിസ്റ്ററി ബൈബിളിൽ ഇല്ല. യു ടേക്ക് റൈറ്റ് ഫ്രം ദി ബിഗിനിങ്. നോഹയോട് ദൈവം പറഞ്ഞ അനുസരിച്ചിട്ട് നോഹയുടെ കുടുംബം രക്ഷപ്പെട്ടു. പിന്നീട് ഇങ്ങോട്ട് വന്നാല് പിന്നെ അബ്രാഹത്തെ, നോഹ കഴിഞ്ഞ അബ്രാഹം, പിന്നെ ആരും ഇല്ല. അബ്രാഹത്തോട് ഊരിൽ നിന്ന് എല്ലാം ഉപേക്ഷിച്ച് പോരാൻ പറഞ്ഞു. നമ്മൾ വായിക്കുന്ന എന്താ? എങ്ങോട്ടേക്കെന്ന് അറിയാതെ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കഴിവുകൊണ്ട് നമ്മൾ ഫ്യൂച്ചർ സുരക്ഷിതമാക്കുന്നവരാണോ? അതെയോ നോ, ഐ ഡോണ്ട് വാണ്ട് ടു നോ എനിത്തിങ് അബൌട്ട് ഇറ്റ്. എനിക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല. പക്ഷേ എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. വിളിച്ച ദൈവം വഴിയിൽ വിട്ട് ഉപേക്ഷിക്കുന്ന ആളല്ല. നമുക്ക് അബ്രാഹാം വിളി കേട്ടിറങ്ങി, എങ്ങോട്ടേക്കെന്ന് അറിയില്ല, ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് സ്ഥലത്ത് നിന്നാണ് പോയിരുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ള ഭൗതിക സമ്പത്ത് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്മെന്റ് കർത്താവിനെ പ്രതി വിട്ടുപേക്ഷിക്കാൻ നമ്മൾ വില്ലിങ് ആണോ? അതെയോ ആ ധനികനായിട്ടുള്ള യുവാവിനോട് കർത്താവ് പറഞ്ഞു നിനക്കുള്ളതെല്ലാം വിറ്റ് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞപ്പോ യുവാവിന്റെ മുഖത്ത് എന്തായി? അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയായിരിക്കും? ഉള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് എന്നെ അനുഗമിക്കാൻ പറഞ്ഞാല് ഡിസിഷൻ എടുക്കാൻ എത്ര ദിവസം എടുക്കും? നമുക്ക് അതിന് ഞാൻ പറഞ്ഞു ഡിപ്പെൻസ് അപ്പോൺ ദി ട്രസ്റ്റ്. കാരണം ഉള്ളതെല്ലാം വിറ്റിട്ട് പോയാൽ ഒന്നും കാണത്തില്ല കയ്യിൽ. അറ്റ് ദി സെയിം ടൈം ഉള്ളതെല്ലാം വിറ്റിട്ട് എന്നെ അനുഗമിക്കാൻ പറഞ്ഞവരിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ അതൊരു ലാഭക്കച്ചവടമായിരിക്കും. കാരണം കർത്താവിന് ഈ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തില് മാർക്ക് ചാപ്റ്റർ 10 അങ്ങനെയാണ് കർത്താവ് നമ്മളോട് പറഞ്ഞ് നമ്മളത് അനുസരിച്ച് നമ്മൾ രക്ഷപ്പെട്ടു. 10:10 തുടങ്ങി വായിക്കുമ്പോ വായിക്കും. യേശു പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എനിക്ക് വേണ്ടിയും സുവിശേഷത്തിന് വേണ്ടിയും വീടിനെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ അമ്മയെയോ അപ്പനെയോ മക്കളെയോ. 10:28 തുടങ്ങി വായിച്ചാല് നമ്മളുമായിട്ടുള്ള കോണ്ടെക്സ്റ്റിൽ നമുക്ക് മനസ്സിലാക്കുള്ളൂ. 28 തുടങ്ങി വായിക്കുമ്പോൾ പത്രോസ് അവനോട് പറഞ്ഞു തുടങ്ങി, ഇതാ ഞങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിക്കുന്നു. കാരണം നമ്മൾ എങ്ങനെയാ ഈ
പത്രോസ് പറഞ്ഞ പോലെയുള്ള ഒരു കണ്ടീഷൻ നമ്മൾ എത്തിയിട്ടുണ്ടോ? ഐ ഹോപ്പ് നമ്മളെല്ലാം എത്തിയിട്ടുണ്ട്. ഇത്തിരി ഒരു നമുക്ക് അത് അതിന്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഇച്ചിരി വ്യത്യാസം ഉണ്ടാവുന്നുള്ളൂ. കാരണം ഇങ്ങനെ അല്ലാതെ കർത്താവിനെ അനുഗമിക്കാൻ പറ്റില്ല. പറ്റുമോ? നമുക്ക് ഇത്തിരി ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലുള്ള വ്യത്യാസം, ഇത്തിരി നമ്മൾ ഈ എന്താ പറയുക, ഇത്തിരി മർക്കട മുഷ്ടിയൊക്കെ നമുക്ക് കാണും, വിടാൻ ഇത്തിരി മടി കാണും, പഴയ സ്വഭാവങ്ങൾ മാറാൻ മടി കാണും. അറ്റ് ദി സെയിം ടൈം തിയറിറ്റിക്കലി വിശ്വാസത്താൽ നമ്മൾ ഇത് അംഗീകരിച്ചവരാ. സംശയമുണ്ടോ? ഇല്ല. നമ്മളെല്ലാം ഉപേക്ഷിച്ചവരാ. ഓൺ ബിഹാഫ് ഓഫ് എവരിബഡി ഞാൻ പറയും, നമ്മളെല്ലാം ഉപേക്ഷിച്ചവരാ. ഇത്തിരിയൊക്കെ നമുക്ക് ഇത്തിരി ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം എന്താ പറയുക, മാനുഷികമായിട്ടുള്ള ബലഹീനതകളൊക്കെ അറിയാവുന്ന ഒരു കർത്താവ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പൊ പത്രോസ് ചോദിച്ചൊരു ചോദ്യം, പത്രോസ് അവനോട് പറഞ്ഞു തുടങ്ങി, ഇതാ ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിക്കുന്നു. ഇത് വേറെ സ്ഥലത്ത് എഴുതിയിരിക്കുന്നിടത്ത് ഒരു കാര്യം കൂടെ ഉണ്ട്. പത്രോസ് ചോദിച്ചു, ഞങ്ങളെല്ലാം എല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിക്കും, ഞങ്ങൾക്ക് എന്ത് കിട്ടും? അതോടെ ഉണ്ട്. അപ്പൊ അത് ഇവിടെ എഴുതിയിട്ടില്ലെങ്കിലും അതുണ്ട്, വേറെ സ്ഥലത്തുണ്ട്. അത് ലൂക്കോസിലോ മത്തായിലോ എവിടെ ഉണ്ട്. അപ്പൊ എല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിക്കുന്നു. യേശു പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എനിക്ക് വേണ്ടിയും സുവിശേഷത്തിന് വേണ്ടിയും വീടിനെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ അമ്മയെയോ അപ്പനെയോ മക്കളെയോ വയലുകളെയോ ഉപേക്ഷിച്ച ഒരാൾക്ക്. നമുക്ക് പലർക്കും അത് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഭാര്യ ഉപേക്ഷിക്കുന്ന സെൻസ് ഭാര്യയായിട്ടുള്ള ഭാര്യയുടെ ഹിതത്തിന് വിപരീതമായിട്ട് തീരുമാനം എടുക്കേണ്ട വന്നിട്ടുണ്ട്. അമ്മയുടെ ഇഷ്ടത്തിന് വിപരീതമായിട്ട് തീരുമാനം എടുക്കേണ്ടി വന്നിട്ടുണ്ട്. സഹോദരന്റെ ഇഷ്ടത്തിന് വിപരീതമായിട്ട്, സഹോദരിയുടെ ഇഷ്ടത്തിന് വിപരീതമായിട്ട്, അല്ലെങ്കിൽ വയലുകളെയോ, അല്ലെങ്കിൽ എന്താ പറയുന്ന ഈ കർത്താവിലേക്ക് വന്നതിന്റെ പേരിൽ പേരന്റൽ പ്രോപ്പർട്ടി കിട്ടാതിരുന്ന പല ആൾക്കാരുണ്ട്. അവർക്ക് മക്കൾക്ക് പങ്കുവെച്ച് കൊടുത്തപ്പോൾ കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് കൊടുക്കാത്ത ആൾക്കാരുണ്ട്. നോ പ്രോബ്ലം. അതായത് മോശ കണ്ടതുപോലെ ഇതിന്റെ വാല് കാണുവാണെങ്കിൽ ഒരു കുഴപ്പമില്ല. വയലുകളെ ഉപേക്ഷിച്ച ഒരാൾക്ക് ഇപ്പോൾ ഇനി സ്വർഗത്തിൽ കിട്ടുന്ന കാര്യമല്ല, ഇപ്പോൾ ഈ കാലത്ത് തന്നെ 100 മടങ്ങ് പ്രതിഫലം ലഭിക്കാതിരിക്കയില്ല. വീടുകളും സഹോദരന്മാരും സഹോദരിമാരും അമ്മമാരും മക്കളും വയലുകളും പീഡനങ്ങളോടൊപ്പം അവർക്ക് ലഭിക്കും. ഈ സെക്കൻഡ് പാർട്ട് അത്ര ഇഷ്ടമില്ലാത്ത കാര്യം. കഷ്ടമുണ്ട് ക്രിസ്ത്യൻ ലൈഫിൽ. പീഡനങ്ങളോടൊപ്പം അവർക്ക് ലഭിക്കും. ഇത് മാത്രമല്ല, വരും യുഗത്തിൽ നിത്യജീവനും. ആലോചിച്ചു, ഇത്രയേറെ വാഗ്ദത്തങ്ങളെ കൊണ്ട് നിറഞ്ഞിട്ടുള്ള വേറെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനം ലോകത്തിലുണ്ടല്ലോ? അതായത് കർത്താവിനെ പ്രതി ഒരു കഷ്ടം. കർത്താവിനെ പ്രതി നമുക്ക് എന്തെങ്കിലും ത്യജിക്കാൻ ഒരു അവസരം കിട്ടുവാണെങ്കിൽ ഭാഗ്യം എന്നേ പറയാൻ പറ്റത്തുള്ളൂ. അത് സാമ്പത്തിക ആകട്ടെ, ഫിസിക്കൽ ലേബർ ആകട്ടെ, അല്ലെങ്കിൽ ബന്ധക്കാരുമായിട്ടുള്ള ബ്രോക്കൺ റിലേഷൻ ആകട്ടെ, എന്തുമാകട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, ദൈവം അതിനെ ഈ കാലത്ത് തന്നെയെന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. അല്ലെ പറഞ്ഞാൽ ഇതെല്ലാം മരിച്ചു കഴിഞ്ഞുള്ള കാര്യങ്ങൾ എഴുതിയിരിക്കുന്നോ? ഈ കാലത്ത് തന്നെ 100 മടങ്ങ് പ്രതിഫലം ലഭിക്കാതിരിക്കയില്ല എന്ന് പറഞ്ഞിരിക്കുന്നവൻ കർത്താവാണെങ്കിൽ ഇത് ലഭിച്ചിരിക്കും. നമുക്ക് എന്റെ വചനം അതിൻപടി നിറവേറുന്നു എന്ന കാര്യത്തിൽ ഞാൻ സദാ ജാഗരിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിനെ പ്രതി ഉപേക്ഷിച്ച കേസുകൾ ബൈബിളിൽ എടുത്താൽ ആലോചിച്ചത്, ഇവരെല്ലാം അപ്പസ്വലന്മാര് ഇതെല്ലാം ഉപേക്ഷിച്ചു. നമ്മൾ വിചാരിക്കും അവർക്ക് ഈ കാലത്ത് എന്ത് കിട്ടിയെന്ന്. നോക്ക്, അവരെ എല്ലാ സമൃദ്ധി ഇൻ ദി സെൻസ് നമുക്കത് മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അവർ ഒന്നിനും കുറവില്ലാത്തവരായിട്ട് ദൈവം നടത്തി. കർത്താവ് ചോദിക്കുന്നില്ലേ, ഞാൻ നിങ്ങളെ ചെരുപ്പും ഭാണ്ഡവും ഒന്നും ഇല്ലാതെ അയച്ചു, നിങ്ങൾക്ക് എന്തിനെങ്കിലും അവരെന്ത് പറഞ്ഞു? നമുക്ക് ഈ കുറവും കൂടുതലും മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. എന്താ മനുഷ്യന്റെ ഫിസിക്കൽ വെൽത്ത് എന്താ ഒരു മനുഷ്യന്റെ എന്ന് പറയാം? ബൈബിളിന്റെ ബേസിൽ ഒരു മനുഷ്യന്റെ ഫിസിക്കൽ, ലോകത്തിലെ ഒരു മനുഷ്യന്റെ ഫിസിക്കൽ സമ്പത്തിന്റെ ക്വാണ്ടിറ്റി എത്രയാന്ന് പറയാം? ബൈബിള് ഇതിനെക്കുറിച്ച് നോക്ക്. അപ്പസ്തലനായ പൗലോസ് ഒരു ദൈവത്തിന്റെ കാര്യത്തിലുള്ള ജ്ഞാനം മാത്രമല്ല, ഹി വാസ് എ വെരി ലേണഡ് മാൻ, ഇന്റലക്ച്വലി കോമ്പിറ്റന്റ് ആയിട്ടുള്ള മനുഷ്യനായിരുന്നു. പൗലോസ് പറഞ്ഞു 1 തിമോത്തി 6 ഒരു മനുഷ്യന്റെ സമ്പത്ത് എപ്പോഴും മാറാതെ നിൽക്കുന്നു, ഒരിക്കലും മാറത്തില്ല. അതിന്റെ ഒന്ന് വായിക്കോ ജോലെ, 6 തുടങ്ങി വായിക്കുമ്പോ 1 തിമോത്തി 6:6 തുടങ്ങി. സംതൃപ്തിയോടുകൂടിയ ദൈവഭക്തിയിൽ വലിയ നേട്ടമുണ്ട്. നാം ഈ ലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നിട്ടില്ല, നമുക്ക് ലോകത്തിൽ നിന്നൊന്നും കൊണ്ടുപോകാനും സാധ്യമല്ല. മതി, നിൽക്കും. നമ്മുടെ സമ്പത്ത് എന്താ? എപ്പോഴും ഇതാ സമ്പത്ത്. ഈ ലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നിട്ടുമില്ല. ശരി, വളരെ പാടുപെട്ട് കുറെ സമ്പത്തെല്ലാം ഉണ്ടാക്കി, അപ്പനെ ഉണ്ടാക്കി. മരിച്ചു കഴിയുമ്പോൾ പിള്ളേർ ചെയ്യും, അല്ലെ ഇത് കുറെ ആ വിലപ്പെട്ട സാധനങ്ങൾ അല്ലെങ്കിൽ ആ പൈസയൊക്കെ ബാങ്കിൽ നിന്ന് പൈസ എടുത്തിട്ട് കുറച്ച് സ്വർണ്ണക്കട്ടി കൊണ്ട് വാങ്ങിച്ചിട്ട് അച്ചാവപ്പെട്ടിക്കകത്ത് വെച്ച് കൊണ്ട് കുഴിച്ചിടുമോ?
അതായത് മനുഷ്യന്റെ ലോകത്തിലെ ടാറ്റ എടുത്താലും ബിർള എടുത്താലും അംബാനി എടുത്താലും അല്ലെങ്കിൽ എന്താ പറയുന്നത് ആരെ എടുത്താലും മനുഷ്യന്റെ സമ്പത്ത് ഇതാ. ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഒന്നും കൊണ്ടുപോകുന്നുമില്ല. ഇതാ എപ്പോഴും മനുഷ്യന്റെ വെൽത്ത് ഇതാ. അതുകൊണ്ട് മനുഷ്യ ഇത്ര സമ്പത്തുള്ളൂ, ദൈവം ഇത്ര സമ്പത്ത് നമുക്ക് തന്നിട്ടുള്ളൂ. അതുകൊണ്ട് എന്താ പറഞ്ഞേക്കുന്നത്? ഉണ്ണാനും എടുക്കാനും ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദി ഗ്രേറ്റസ്റ്റ് ഹാപ്പിനെസ്. ഇങ്ങനെ ഒരു ഹാപ്പിനെസ് നമുക്ക് ഇല്ലെങ്കിൽ ദുഃഖമേ പറയാൻ പറ്റൂ. അബ്സല്യൂട്ട്ലി എന്നെ കുറിച്ചൊരു സാക്ഷ്യം പറയാം. അബ്സല്യൂട്ട്ലി ഐ എം കണ്ടന്റഡ് ഇൻ മൈ ഫിനാൻഷ്യൽ. ഭൗതിക സമ്പത്തിനെ കുറിച്ച് വളരെ 100% കണ്ടന്റഡാണ്. അത് അതിൽ ഷെറിൻ ചിരിക്കുന്നത് എന്ന് വെച്ച് എന്ത് കണ്ടിട്ടാന്നായിരിക്കും, എന്തെങ്കിലും ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പൊ ഇതില് കാരണം ഇതിൽ കൂടുതൽ സമ്പത്ത് ഇവിടെ ഇരിക്കുന്ന ആർക്കോട്ടും ഇല്ല തന്നെ, അതറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. എന്തെങ്കിലും ഉണ്ടോ? ആലോചിച്ചാൽ മതി. ഇത് വലിയ ഡീപ്പായിട്ടുള്ള തിങ്കിങ് ആ പോളിന്റെ. അതായത് നമ്മൾ ഈ ലോകത്തിലേക്ക് ഉണ്ടായപ്പോ എങ്ങനെയായിരുന്നു, ഇനിയിപ്പോ ഈ വലുതായതുകൊണ്ട് എന്തെങ്കിലും തുണിയൊക്കെ ഉടിപ്പിച്ചാലും കൊണ്ട് കുഴിച്ചിടുന്നുള്ള വ്യത്യാസവും ഇനി ഉണ്ടാകുമ്പോൾ ഒന്നും ഇല്ലാതെ ഉണ്ടാകും. ബട്ട് അബ്സല്യൂട്ട്ലി നോട്ട് ഡിഫറൻസ്. ഈ ലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നിട്ടുമില്ല, ഈ ലോകത്തിലേക്ക് ഇതൊന്നും കൊണ്ടുപോകാനും പറ്റത്തില്ല. ഇതാണ് നമ്മുടെ വെൽത്ത് എന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. പക്ഷെ ഇതിനകത്ത് ഈ പിശാചും അല്ലെങ്കിൽ ലോകവും അല്ലെങ്കിൽ ലോകത്തിലെ അട്രാക്ഷൻസ് എല്ലാം കൂടെ ഹൃദയത്തിൽ കയറ്റി വെച്ചേക്കുന്ന ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമാണ് ഉള്ള സമ്പത്ത് എന്ന് പറയുന്നത്. അതർവൈസ് ഇതാ മനുഷ്യന്റെ സമ്പത്ത്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്ന ഇതാണ്. അതുകൊണ്ട് ഉണ്ണാനും ഉടുക്കാനും ഉണ്ട് എങ്കിൽ നമുക്ക് പ്രോവേഴ്സ് 13 ഭക്തനായിട്ടുള്ള മനുഷ്യൻ 30 പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്ക് ദാരിദ്ര്യം തരരുത്. അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്തെങ്കിലും? ജോൽ ദൈവത്തിന്റെ വചനല്ലേ, ഓരോ ദൈവത്തിന്റെ വചനം മാറ്റമില്ലാത്ത. ഇങ്ങനെ ക്ഷേത്രം പ്രാർത്ഥിച്ചിട്ടുണ്ട്, ദൈവം എനിക്ക് സമ്പത്ത് തരരുത് എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. മെനി ടൈംസ് ഐ പ്രേഡ്, മെനി ടൈംസ്. കാരണം ഈ സമ്പത്ത് എത്തി കയ്യിൽ വരുമ്പോൾ ആൾക്കാരുടെ സ്വഭാവവും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ ഇത് ഏറ്റവും ഡേഞ്ചറസ് സാധനമാണെന്നും ഇത് കയ്യിൽ ഇല്ലാതിരിക്കുവാണെങ്കിൽ കർത്താവിന്റെ അടുത്തെങ്കിലും എത്തിപ്പെടാമെന്ന് മെനി ടൈംസ് ഐ ആം കൺവിൻസ്ഡ്. അവർ ഇത്തിരി പൈസ മനുഷ്യന്റെ കയ്യിൽ വന്നാൽ സംസാരം തന്നെ മാറും മനുഷ്യന്റെ. നമുക്ക് അതായത് ഇത്തിരിയോടെ ആത്മീയനായിട്ട് ജീവിക്കാൻ പറ്റുമെങ്കിൽ ഇപ്പോൾ ഉള്ളതിനേക്കാൾ 100 times ദാരിദ്ര്യം തന്നാൽ ഐ വിൽ ബി ടോട്ടലി ഹാപ്പി ആൻഡ് താങ്ക്ഫുൾ ടു ദി ലോർഡ്. കാരണം നമുക്ക് ക്രിസ്ത്യൻ ക്വാളിറ്റി ഒരു 0.0001 നഷ്ടപ്പെട്ടിട്ട് എന്തെങ്കിലും ഉണ്ടായിട്ട് എന്ത് കാര്യം? വേസ്റ്റ്. അപ്പൊ ഇങ്ങനെ ദ്രവ്യാഗ്രഹം അല്ലെങ്കിൽ പണത്തോടുള്ള ഒരു ആഗ്രഹം, ഇനിയും സമ്പത്ത് ഉണ്ടാക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഹൃദയത്തിലുണ്ടെങ്കിൽ പിശാചിന് അത് നല്ലപോലെ അറിയാം, അതിനുള്ള അവസരങ്ങളെ തരും. കാരണം അൾട്ടിമേറ്റ്ലി നമ്മളെ നശിപ്പിച്ചാൽ, ആത്മാവ് നഷ്ടപ്പെട്ടാൽ പിശാച് സന്തുഷ്ടനായി തീരും. കാരണം പിശാചിന്റെ കെണികൾ അങ്ങനെയാണ്. കർത്താവോട് നമുക്ക് വായിച്ചത് തന്നെ ചാപ്റ്റർ 10 മർക്കോസിന്റെ സുവിശേഷം നമ്മൾ വായിച്ചത്, അടിയിലോട്ട് വായിച്ചത്. പത്രോസ് ചോദിക്കുന്നില്ലേ, ഞങ്ങളെല്ലാം വിട്ടു പോകുന്നത് ഞങ്ങൾക്ക് എന്ത് കിട്ടും? അതൊന്ന് ഹൃദയസ്പർശിയ കർത്താവിന്റെ വാക്കുകൾ അതൊന്ന് വായിച്ചത്. 10 അന്ന് വായിച്ചു. 29 അതൊക്കെ നമ്മൾ വായിച്ചത്, അതിന് മുമ്പുള്ള ഒരു സെക്കൻഡ് അതൊന്ന് വായിച്ചു. അതിന്റെ 23 തുടങ്ങി വായിക്കുമ്പോ, യേശു ചുറ്റും നോക്കിയിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, സമ്പത്തുള്ളവർക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര ദുഷ്കരം. അല്ല, യേശു ചുറ്റും നോക്കിയത് അതെന്താ ബാബു? അതിന് ചുറ്റും നോക്കാൻ കാരണം എന്താ? അതിന് ആ 22 സെന്റൻസ് വായിച്ച കാരണം ഈ ഹെഡിങ്ങുകൾ അത് ഡിസ്കണക്ട് ചെയ്യുന്ന. അതെ, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. അതായത് നിനക്കുള്ളത് വിട്ട് ദരിദ്രർക്ക് കൊടുക്കുക, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. ഈ വാക്കുകൾ കേട്ടപ്പോൾ അയാളുടെ മുഖം വാടി, അയാൾ വിഷാദിച്ച് തിരികെ പോയി. കാരണം അയാൾക്ക് ധാരാളം സമ്പത്തുണ്ടായിരുന്നു. നോക്ക്, അയാൾക്ക് സമ്പത്തില്ലായിരുന്നെങ്കിലോ, കയ്യിൽ ഒരു പൈസ ഇല്ലാത്തവനോട് നിനക്കുള്ളതെല്ലാം വിറ്റ് കൊടുത്തിട്ട് എന്നെ അനുഗമിക്കാൻ പറഞ്ഞെങ്കിലോ വളരെ സന്തോഷമായിട്ട്. അപ്പൊ വിചാരിക്കും വേറെ ഒരുത്തിന് വലിയൊരു കോടീശ്വരൻ ഇതെല്ലാം വിറ്റിട്ട് വരുവാണ്, അവന്റെ ഗതിയോടെ ഓർത്തിട്ട് ഇങ്ങനെ സന്തോഷപ്പെട്ടു. എനിക്കൊരു പ്രശ്നം ഉണ്ടായില്ലെന്നോ. അപ്പൊ ഇവിടെ ചുറ്റും നോക്കിയിട്ട് വായിച്ചു പോകും. ചുറ്റും നോക്കിയത് ഇതൊക്കെയാണ്. ഒരുത്തൻ ദുഃഖിതനായിട്ട് പോകുന്നത്, ഒരുത്തിന്റെ കഷ്ടപ്പാട്, ഒരുത്തിന്റെ മാനസികാവസ്ഥയൊക്കെ കണ്ടിട്ടാണ് ചുറ്റും നോക്കിയിട്ട് കർത്താവ് പറഞ്ഞു, വായിച്ചു. സമ്പത്തുള്ളവർക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര ദുഷ്കരം. അവന്റെ വാക്കുകൾ കേട്ട് ശിഷ്യന്മാർ വിസ്മയിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര ദുഷ്കരം. അത് വായിക്കുമ്പോൾ ഞാൻ എപ്പോഴും അവിടെ സ്റ്റോപ്പ് ആകും. കർത്താവ് അവരെ വിളിക്കുന്നത് കുഞ്ഞുങ്ങളെ.
കുഞ്ഞുങ്ങളെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര ദുഷ്കരം. ഒട്ടകം സൂചിക്കുഴയിലൂടെ കടന്നു പോകുന്നതാണ് ധനികൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം. അവർ അത്യധികം വിസ്മയിച്ച് അവനോട് ചോദിച്ചു, അങ്ങനെയെങ്കിൽ ആര് രക്ഷ പ്രാപിക്കും? യേശു അവരുടെ നേരെ നോക്കി പറഞ്ഞു, മനുഷ്യർക്ക് ഇത് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് അങ്ങനെയല്ല, കാരണം ദൈവത്തിന് എല്ലാം സാധ്യമാണ്. അതെ, അപ്പൊ ഇവിടെ ആലോചിച്ചു, കർത്താവ് കുഞ്ഞു മക്കളെ, നമ്മൾ ഇതൊന്ന് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ആലോചിച്ചു. കർത്താവ് പറഞ്ഞ, വേറെ ആരും പറഞ്ഞല്ല, കുഞ്ഞു മക്കളെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര ദുഷ്കരം. നോക്ക്, കോണ്ടംപററി ക്രിസ്ത്യാനിറ്റിയിൽ 21st സെഞ്ചുറിയിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്ന് പറയുന്നത് ഒരു ദുഷ്കരമേ അല്ല. അവരൊക്കെ രക്ഷിക്കപ്പെട്ടു. പിന്നെ ചിലരെ കുറിച്ച് പറഞ്ഞാൽ അവർ രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ടില്ല എന്നുള്ളൂ. വേറെ കുറെ ആൾക്കാരെ കുറിച്ച് പറയും രക്ഷിക്കപ്പെട്ടതൊക്കെയാ, പക്ഷെ എന്താ കയ്യിലിരിപ്പ് ശരിയല്ല. നമുക്ക് രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് ഏറ്റവും ചീപ്പസ്റ്റ് കൊമോഡിറ്റി ആയിട്ടാണ് ഈ ലോകത്തിൽ മാർക്കറ്റ് ചെയ്യപ്പെടുന്നത്. കർത്താവ് പറഞ്ഞു, കുഞ്ഞുമക്കളെ രക്ഷിക്കപ്പെടുക എത്ര ദുഷ്കരം. ലൂക്ക് 13 കർത്താവ് പറഞ്ഞു, കർത്താവിനോട് ചോദിച്ചു, അങ്ങനെയെങ്കിൽ രക്ഷിക്കപ്പെടുന്നവര്, കർത്താവ് പറഞ്ഞു, അനേകർ പരിശ്രമിക്കും. നമ്മളെല്ലാം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ. അതുകൊണ്ട് ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ കയറാന്നുള്ള 21st സെഞ്ചുറിയിലെ മെസ്സേജ് എടുക്കരുത്. ഇറ്റ്സ് നോട്ട് പോസിബിൾ. അപ്പസ്തോലന്മാരുടെ ലൈഫ് നമ്മൾ എടുത്തേ പറ്റൂ. അപ്പസ്തോലന്മാരാരും അവരെല്ലാം ഇതിനു വേണ്ടി ഒരു വില കൊടുത്തവരെ എല്ലാം ഉപേക്ഷിച്ച് പിൻപറ്റിയവരെ എല്ലാം ഉപേക്ഷിക്കാത്തവർക്ക് പിൻപറ്റാൻ പറ്റില്ല. ഇത് ഇറ്റ്സ് നോട്ട് പോസിബിൾ. ദൈവം അക്സെപ്റ്റ് ചെയ്യത്തില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തില് നമ്മൾ ചിന്തിച്ചത് ലാക്കീഷ് നിവാസികൾ ഇസ്രായേൽക്കാരെ പാപത്തിലേക്ക് നയിച്ചു. നമ്മുടെ ജീവിതത്തിൽ ഈ ലോകം, അന്ന് ലാക്കീഷ് നിവാസികൾ ചെയ്തു. ഇന്ന് ലോകത്തിൽ നമുക്ക് കിട്ടുന്ന കംപ്ലീറ്റ് മെസ്സേജസും സിറ്റുവേഷൻസും എല്ലാം ജഡത്തിൽ ആശ്രയിക്കേണ്ട കാര്യങ്ങളാണ്. സമ്പത്ത് ഉണ്ടാക്കാനുള്ള കാര്യം, അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ് ആയിട്ട്, അല്ലെങ്കിൽ എന്തൊക്കെ കൂടുതൽ നമുക്ക് ലോകത്തിൽ ഉണ്ടാക്കാൻ പറ്റും എല്ലാം നമ്മൾ ഉണ്ടാക്കി, എല്ലാം ഒരുക്കിയതിന് ശേഷം വെച്ച് സ്വർഗത്തിലും പാനുള്ള ടെക്നിക്സ് വിറ്റഴിക്കപ്പെടുന്നത്. അപ്പൊ ഇത് അപ്പസ്റ്റോളിക് ക്രിസ്ത്യാനിറ്റി അവർ പഠിപ്പിച്ചത്, കർത്താവ് പഠിപ്പിച്ചത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിട്ട് ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ജഡത്തിൽ ആശ്രയിക്കരുത്, ആത്മാവിൽ ആശ്രയിക്കും. ജഡത്തിൽ ആശ്രയം വെച്ചാൽ മരണം, ആത്മാവിൽ ആശ്രയം വെച്ചാൽ ജീവനും സമാധാനവും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിച്ചു, ജഡത്തിൽ ആശ്രയം വെക്കുന്നവൻ ദൈവത്താൽ ശപിക്കപ്പെട്ടവൻ, എന്നാൽ അല്ലെങ്കിൽ കർത്താവിൽ ആശ്രയം വെക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. അവന്റെ ജീവിതം എപ്പോഴും എങ്ങനെയായിരിക്കും? അവൻ ഒരിക്കലും വാടിക്കൊഴിയില്ല. അവന്റെ വേര് വാട്ടറിലേക്കാണ്. അല്ലെങ്കിൽ വേര് ഊന്നിയേക്കുന്ന എവിടെയാണ്? അപ്പൊ ഈ ഞാൻ അതോടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഈ വേര് ഊന്നതിനെ കുറിച്ച് ന്യൂ ടെസ്റ്റ്മെന്റിൽ എഴുതിയിട്ടുണ്ട്. എവിടെ വേര് ഊന്നണോ? അപ്പൊ ഇവിടെ വെള്ളം എന്ന് പറഞ്ഞേക്കുന്നത് ക്രിസ്തുവിൽ വേര് ഊന്നിയാൽ വാടില്ല, കൊഴിയില്ല, തളരില്ല. കൊളോഷ്യൻസ് ചാപ്റ്റർ 2 അല്ലെങ്കിൽ തളരുകയും ചെയ്ത്. എപ്പോഴും നമ്മൾ ഈ ഒരു പോസിറ്റീവ് കാര്യം ചിന്തിക്കുമ്പോൾ ക്രിസ്ത്യാനിറ്റിയിൽ നെഗറ്റീവും കൂടെ ചിന്തിക്കണം. അങ്ങനെ ഈ അപ്പസ്തോലന്മാരെല്ലാം പഠിപ്പിച്ചത് അങ്ങനെയാണ്. ഒരാൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞേക്കുന്നിടത്ത് തന്നെ ശപിക്കപ്പെടുന്നവൻ ആരാന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ രണ്ട് സൈഡും, ഒരു സൈഡ് മാത്രം ചിന്തിച്ചു പോയാൽ അത് എന്താ പറയുന്നത്, ദൈവത്തെ കുറിച്ചുള്ള ഹാഫ് നോളജ് ആയിരിക്കും. കൊളോഷ്യൻസ് 2:8 വായിക്കോ, 6 തുടങ്ങിയെന്ന് വായിച്ചു. അവനിൽ ജീവിക്കുക, അവനിൽ വേരുക, അവനിൽ വളരുക, നിങ്ങളെ പഠിപ്പിച്ച വിശ്വാസത്തിൽ അടിവെട്ടുകയായിരിക്കുക. അതെ, നിങ്ങളെ പഠിപ്പിച്ച. അതിൻ്റെ ഒരു കാര്യം, നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിട്ട്, എസ്പെഷ്യലി രക്ഷിക്കപ്പെട്ടിട്ടുള്ള ആദ്യ കാലത്തുള്ള പഠിപ്പീരുകൾ ഒരിക്കലും മാറില്ല. അത് മാറ്റാൻ പറ്റത്തില്ല. നമുക്ക് നമ്മുടെ മദർ ടങ് മാറ്റാൻ പറ്റുമോ? സെയിം വേ ഈ നിങ്ങളെ പഠിപ്പിച്ച വിശ്വാസം. അതുകൊണ്ട് വിശ്വാസം പഠിപ്പിച്ച് ദൈവത്തിൽ ആശ്രയിക്കാൻ പഠിച്ചിട്ടില്ലെങ്കിൽ അത് പഠിപ്പിച്ചാന്ന് എഴുതിയേക്കുന്നത് അല്ലേ? നിങ്ങളെ പഠിപ്പിച്ച. അപ്പൊ നമ്മള് ഇത് പഠിത്തവും പഠനവും ഒക്കെ ഉള്ള ഒരു പുസ്തകമാണ് ഇത്. ഇവിടെ എഴുതിയേക്കുന്നത് കൊളോഷ്യൻസ് 2:6 തുടങ്ങി വായിക്കുമ്പോൾ, ക്രിസ്തു യേശുവിനെ കർത്താവായി സ്വീകരിച്ച നിങ്ങൾ, നമ്മളെല്ലാം കർത്താവിനെ കർത്താവായിട്ട് സ്വീകരിച്ചവരാണ്. അവനിൽ ജീവിക്കുക, അവനിൽ വേരൂന്നുക, അവനിൽ വളരുക, നിങ്ങളെ പഠിപ്പിച്ച വിശ്വാസത്തിൽ അടിയുറച്ചവരായിരിക്കുക, കൃതജ്ഞത നിർത്തുക. അപ്പൊ നമ്മള് വി ആർ ബീങ് ടോട്ട്. നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് പഠിക്കുന്നുണ്ട്, നമ്മൾ സഭയായിട്ട് പഠിക്കുന്നുണ്ട്. ഇതിന് വിരുദ്ധമായിട്ടുള്ള പഠിപ്പീരുകളിൽ നമ്മൾ ഇങ്ങനെ വേവർ ചെയ്താല് നമുക്ക് ഈ പറഞ്ഞേക്കുന്ന ഈ വാടാത്ത അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരില്ല, വാടും. അതുകൊണ്ടാണ് വിശ്വാസത്തിൽ അടിയുറച്ചവരായിട്ട്, മാറ്റമില്ലാത്തവരായിട്ട്. അപ്പൊ നിങ്ങളെ പഠിപ്പിച്ച. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ദൈവത്തിന്റെ വചനം, ഈ എസ്പെഷ്യലി പുതിയതായിട്ട് രക്ഷിക്കപ്പെട്ടവർ,
അല്ലെങ്കിൽ നമുക്ക് ഈ ഏർലി ഡേയ്സിൽ കിട്ടുന്ന ആ ലെസൺ അത് ഒരിക്കലും മാറില്ല, അത് മാറ്റിയെടുക്കാൻ പറ്റത്തില്ല. പിന്നെ ഉള്ളത് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ വരുത്താന്നുള്ളൂ. ഇപ്പൊ നമ്മളൊരു വീട് റെനോവേറ്റ് ചെയ്യുന്ന പോലെയുള്ളൂ. അതേസമയം നമ്മളെ ആദ്യം കിട്ടിയ ഫെയ്ത്ത് മാറില്ല, ഇളകാത്തതായിട്ട് അത് നിൽക്കും, മാറ്റമില്ലാതെ നിൽക്കും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ദൈവത്തിന്റെ വചനം നമ്മൾ ഫൗണ്ടേഷനിലായിട്ട് പഠിച്ചാല് നിങ്ങൾ അവനിൽ ജീവിക്കുക, അവനിൽ വേരൂന്നുക, അവനിൽ വളരുക, നിങ്ങളെ പഠിപ്പിച്ച വിശ്വാസത്തിൽ അടിയുറച്ചവരായിട്ട് നിൽക്കുക. അപ്പൊ ദൈവത്തിന് നമ്മൾ ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാറുണ്ട്, നമ്മൾ ദൈവത്തിന്റെ വചനത്തിന്റെ ആ സീരിയസ്നെസ് കളയാതെ പഠിക്കുന്നവരാ. കാരണം കർത്താവ് പറഞ്ഞ അതുപോലെ വിശ്വസിക്കുന്നവരാ നമ്മൾ. അതായത് പുള്ളിക്ക് മാറ്റമില്ല. അപ്പൊ അതേസമയം ഈ പലതരം പഠിപ്പീരുകളുണ്ട്, അത് സാരമില്ല. അപ്പൊ നോക്കി ഇതെല്ലാം കേട്ടിട്ടില്ലേ, അതായത് ഓൾഡ് ടെസ്റ്റാമെന്റ് അത്ര ശരിയല്ല, അല്ലെങ്കിൽ അവിടെ ശരിയല്ല. നമ്മളെ സംബന്ധിച്ച് കർത്താവ് പറഞ്ഞു ഈ നിയമത്തിൽ ഒരു പുള്ളി മാറുന്നതിനേക്കാൾ എളുപ്പം ആകാശവും ഭൂമിയും കടന്നു പോകുക. അപ്പൊ നമ്മളെ സംബന്ധിച്ച് കർത്താവിൽ അടിയുറച്ചവരായിരിക്കുക, പുള്ളിക്ക് മാറ്റമില്ല, ദൈവത്തിന്റെ വചനം അനുസരിക്കുക. നമുക്കെല്ലാം ഒരു നല്ല ഭാവി ദൈവം വാഗ്ദത്തം നൽകിയിട്ട് പ്രാർത്ഥിക്കും. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ